ആ വാസനകളിൽ വെച്ചിട്ട് ഏറ്റവും പ്രൈമോഡിയൽ വാസന എന്താണ്? എൻ്റെ ഈ ശരീരം നശിക്കുമോ എന്നുള്ളത് നമ്മളെ പേടി. പക്ഷെ ഫ്രണ്ട് എന്നാ പറയണം, ബാക്കിലേക്ക് നോക്കൂ, ഒരാളെ കാണാൻ തോന്നും, നോക്കുമ്പോൾ തൊട്ട് ബാക്കിൽ സദ്ഗുരു. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഹാഫ് ബേക്ക്ഡ് ആയിട്ടുള്ള നോളജ് ജനറേഷൻ ടു ജനറേഷൻ പാസ് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് വറി ചെയ്യണം. എന്താ കർക്കിടക മാസമായ രാമായണം എത്ര വരി തള്ളി വായിക്കണം. ഭഗവത്ഗീത വൺ ഓഫ് ദ ടെക്സ്റ്റ് മാത്രം. കാരണം നമ്മുടെ വാസനകളാണ് നമ്മുടെ ചിന്തകളെ പലപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നത്. എപ്പോഴാണ് ആ ലയം സംഭവിക്കുന്നത് സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ കാണാം. ചിന്ത പൂർണ്ണമായിട്ടും അസ്തമിക്കുന്ന ഏതോ ഒരു സ്പോട്ടിലാണ്. ജലം മെമ്മറിയാണ്. എൻ്റെ മെമ്മറി, എൻ്റെ മൈൻഡ് ആക്ടിവിറ്റി അണമുറിയാതെ ഈശ്വരങ്ങളിലേക്ക് പോണേ എന്നുള്ളതാണ് ശരിക്കും ശിവന്റെ ജലധാരയുടെ താത്വികാർത്ഥം. പന്ത്രണ്ട് വയസ്സാവുന്ന ഒരു കുട്ടി വ്യാഴത്തിലാണ് ജനിച്ചെങ്കിൽ അവന് 1 വയസ്സാവണമെങ്കിൽ ഭൂമിയിൽ 12 കൊല്ലം എഴുതാം. നാരദൻ അവസാനം പറയുന്ന ഒരു ഡയലോഗിലാണ് അതിന്റെ കീ കിടക്കുന്നത്. എത്ര കുറവ് ആൾക്കാരാണെങ്കിലും ഇത് രണ്ടുപേരാണെങ്കിലും ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം തന്നെയാണ്. കാരണം കോവിഡ് കാലത്താണ് ശരത്തേട്ടനെ ഞാൻ കണ്ടു തുടങ്ങുന്നത്. അപ്പം ആസ് യൂഷ്വൽ എൻ്റെ ഒരു എന്താ പറയുക സുഹൃത്തും വൈഫായിട്ടുള്ള അഞ്ചുമാണ് ആദ്യമായിട്ട് ഒരു 18 സ്റ്റെപ്സ് പറയുന്നതും. പിന്നീട് നമ്മുടെ യാത്രയിലൊക്കെ തന്നെ എപ്പോഴൊരു പാട്ടിന് പകരം യൂട്യൂബിൽ ഇങ്ങനത്തെ വീഡിയോ വയ്ക്കാന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ എത്തുന്ന അറിയില്ല, നമുക്ക് കുറേ അറിവും അതിന് കിട്ടും. അങ്ങനെയാണ് ശരത്തേട്ടനായിട്ടുള്ള ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല. ശരത്തേട്ടൻ പറഞ്ഞ ശരത്തേട്ടൻ്റെ നമ്പർ കിട്ടില്ല, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പല സ്ഥലത്ത് തന്നെ അന്വേഷിച്ചു. പക്ഷേ ഒപ്പുണ്ടായിരുന്ന ഒരു പയ്യന് ഈ നമ്പർ ആൾറെഡി ഉണ്ട് കയ്യിൽ. അത് ഭയങ്കര അത്ഭുതമായി. ഞങ്ങൾ വിവേക് എന്ന് വിളിക്കുന്ന അവനാണ് എല്ലാ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അവൻ ശരത്തേട്ടൻ നമ്പർ എൻ്റെ ഉണ്ടല്ലോ. അപ്പം അവൻ 2 ദിവസം കൊണ്ട് തന്നെ നമ്പർ എനിക്ക് എടുത്ത് തന്നു. അങ്ങനെയാണ് ഞാൻ ശരത്തേട്ടനെ വിളിക്കുന്നത്. ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത്. അപ്പം ശരത്തേട്ടനെ വിളിക്കുന്ന സമയത്ത് യതീഷ് എന്താണെന്ന് പറയേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട് നിങ്ങളുടെ അടുത്ത്. പല ആൾക്കാർ യതീഷയുടെ മീനിങ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. എങ്ങനെ യതീഷ എന്നുള്ള ഒരു ഇത് വന്നു. ശരിക്കും ഒരു സ്പിരിച്വൽ ജേണിയുടെ ഭാഗമായിട്ടൊന്നും വന്നതല്ല. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ യതീഷ എന്നൊരു കോൺസെപ്റ്റ് പറയുന്നത് ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ വൈഫിൻ്റെ സുഹൃത്തും ഞങ്ങൾ ഒരുമിച്ച് സാധന ചെയ്യുന്ന ഷീജയുണ്ട്. അപ്പം ഞങ്ങളെ ഗുരുവിൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് പറയണത്. പക്ഷേ ചേച്ചി അന്ന് റെഡി ആയിട്ടില്ലായിരുന്നു. ചേച്ചി പറഞ്ഞു ഞാൻ വേറെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. മോജിത എന്ന പേരാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2-3 ആൾക്കാരോട് പറഞ്ഞു. പക്ഷെ ആർക്കും അതങ്ങനെ മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അങ്ങനെ ഒരു ക്ലാസ് MSc സൈക്കോളജി ഓൺലൈനായിട്ട് ഡിസ്റ്റൻ്റായിട്ട് പഠിക്കുമ്പോൾ എനിയഗ്രാമും ഇമോഷണൽ ഇൻ്റലിജൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് ശ്രീനാഥ് കാര്യാട്ട്. അപ്പോൾ ആൾ US സമയത്താണ് ക്ലാസ് എടുത്തിരുന്നത്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ എന്തോ മീറ്റിങ്ങിൽ സംസാരിക്കുന്ന സമയത്ത് പുള്ളിയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് ഹെൽപ്പ് ചെയ്യാൻ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് പുള്ളിയോട് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു കോൺസെപ്റ്റ് പറയുന്ന സമയത്ത് തിരക്കഥ ഒരു നിർമ്മാതാവിനോട് പറയുന്ന പോലെയാണ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 5 മിനിറ്റിൽ പുള്ളിക്ക് അത് മനസ്സിലായി. കാരണം പുള്ളിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സാധനം ഒരാൾ വന്ന് പറയുന്ന പുള്ളി എപ്പോഴും പറയുന്ന ദേവി പോക്കറ്റിൽ നടക്കുന്ന ദേവി ആൾറെഡി പറഞ്ഞിരുന്നു അത്ര. അപ്പം എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, നമുക്ക് തുടങ്ങാം, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാം, അതിനൊന്നും ഒരു പ്രയാസമില്ല എന്ന് പറഞ്ഞു. ആ ഒരു സപ്പോർട്ടിലാണ് യതീഷ തുടങ്ങുന്നത്. ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രം, വേറൊരു സപ്പോർട്ടും പുള്ളി തരില്ല എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ഒരു അവസ്ഥയിലല്ല പുള്ളിയുള്ളത്. അപ്പോൾ പേര് എന്നുള്ള സാധനം അന്വേഷിച്ചെടുക്കുന്ന സമയത്താണ് ഈശ എന്നുള്ള പേര് എപ്പോഴും നമുക്കറിയാം. അപ്പോൾ അറിഞ്ഞോ അറിയാതോ ഈശനായിട്ടൊരു കണക്ഷൻ ഉണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടൊരു ആധ്യാത്മിക പ്രോഗ്രാം ചെയ്യുന്നത്, ബോധശുദ്ധി എന്നുള്ള പ്രോഗ്രാം ചെയ്യുന്നത് ഈശയുടെയാണ്. അങ്ങനെ ഇതേപോലൊരു ഹാളിലാണ് നടക്കുന്നത്. പഠിപ്പിക്കാൻ ഒരാളുണ്ട്, അവിടെ സദ്ഗുരുവിൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പം അത് ചെയ്തു കഴിഞ്ഞപ്പം ഭയങ്കര ഒരു സങ്കടം വന്നു, ഭയങ്കരമായിട്ട് കരഞ്ഞു. പക്ഷെ കരഞ്ഞ് വേറെ ആൾക്കാർ കാണുന്നുണ്ടോ എന്നാണ് എപ്പോഴും പ്രശ്നം. കാരണം അവിടെ എത്തിപ്പെടുന്ന സ്വന്തം ഇഷ്ടത്തിനല്ല.
അവിടെയും എൻ്റെ പാർട്ട്ണർ എന്നെ തള്ളി പറഞ്ഞയക്കുക, അങ്ങനെയെങ്കിലും നേരാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങ് ആളുടെ ഫോട്ടോ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു കണക്ഷൻ വന്നു ആളെടുത്ത്. അപ്പോൾ എനിക്ക് ആളെ കാണുന്നത് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ബാങ്കിൻ്റെ ഒരു മീറ്റിങ്ങിന് ഞാൻ ഗോവയിൽ പോയ സമയത്ത് എൻ്റെ തൊട്ട് ബാക്കിൽ ഉള്ള എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ഒന്നും കൂടി ബാക്ക്, പക്ഷേ ഫ്രണ്ട് എന്നാ പറയണം, ബാക്കിലേക്ക് നോക്കൂ, ഒരാളെ കാണാമെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ തൊട്ട് ബാക്കിൽ സദ്ഗുരു. അങ്ങനെ അവിടുന്ന് എന്നോട് സംസാരിച്ചു. ഫോട്ടോ ആരും സാധാരണ സെൽഫി നിൽക്കാൻ പുള്ളി സമ്മതിക്കുന്നതല്ല, കാരണം അങ്ങനെ ഒരു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റിയാണ് പുറത്ത് പുള്ളി. അപ്പം ഫോട്ടോ ഒക്കെ എടുത്തു. അന്ന് പോലെ എൻ്റെ മനസ്സിലുള്ള ഒരു പേരാണ് ഈഷ. അപ്പം ഞാൻ ഇങ്ങനെ പേര് കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു വളരെ യാദൃശികമായിട്ട് പൂർവ്വനാമം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ശ്രീനാഥ് കാര്യമായിട്ട് പറയുന്ന പേരാണ്, വലിയൊരു പേരാണ്. അതിന്ന് ഒരു പീസ് അടന്നു വീണതാണ് യതീഷ. അല്ലാതെ വേറൊരു മാനുഫാക്ചർ ചെയ്ത പേരൊന്നുമല്ല. ഒരു വളരെ ശബ്ദം പറയുക, എപ്പോഴും സത്യം പറഞ്ഞ വാക്കുകൾ വരുന്നത് അന്തരീക്ഷം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ അന്തരീക്ഷത്തിൽ കിട്ടിയൊരു പേരാണ്. അപ്പോൾ അങ്ങനെയാണ് യതീഷയുടെ തുടക്കം. അപ്പോൾ ഈ തുടക്കം നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞ് ക്ലാസ് ലോഞ്ച് ചെയ്യുന്ന നമ്മൾ നവദുർഗ ഉപാസന പദ്ധതിയാണ്. അത് കഴിഞ്ഞ് ലളിതാ സഹസ്രനാമം. പക്ഷെ ക്ലാസ് തുടങ്ങാനല്ലാതെ ആൾറെഡി ലോഞ്ച് ചെയ്തത് ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങാനായിരുന്നു, ആൾക്കാർ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ. പക്ഷെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ അത് എളുപ്പമല്ല, അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മളൊരു ക്ലാസ് ആക്കി മാറ്റിയതാണ്. അപ്പം ഇന്ന് നടക്കുന്ന ഒരു ഇവന്റ് ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ, എല്ലാ ജില്ലകളിലും ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ മീറ്റ് ഗുരു എന്നുള്ള കോൺസെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള പല ചോദ്യങ്ങളും നേരിട്ട് ചോദിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കൊരു റിയലിസ്റ്റിക്കലി ആയിട്ടുള്ള ആൻസർ കിട്ടും. കാരണം ഗുരു എന്നുള്ളൊരു തത്വമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പല ഗുരുക്കന്മാരും ചില സമയത്ത് നമുക്ക് പരിചയപ്പെടേണ്ടി വരും. ചില സ്റ്റേജിൽ പറഞ്ഞു തരേണ്ട ഗുരുക്കന്മാരുണ്ട്. ഓരോരോ സ്റ്റേജ് മാറിപ്പോകുമ്പോൾ ഓരോരോ ഗുരുക്കന്മാരിൽ നിന്ന് ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കാം. അപ്പം അതിൻ്റെ ഫസ്റ്റ് ഇവൻ്റാണ്. ആ ഇവൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇങ്ങനത്തെ ഇവൻറ്റ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും, അതോടൊപ്പം തന്നെ നമുക്ക് നാളെ വേറെ ഒരുപാട് ആൾക്കാർ ഇംഗ്ലീഷിൽ ചോദിക്കുന്നുണ്ട് തുടങ്ങാൻ, അതേപോലെ ഹിന്ദിയിൽ ചോദിക്കുന്നുണ്ട്. ദൈവയുടെ സഹായം കൊണ്ട് തന്നെ ഇത്രയും ദിവസം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, എനിക്ക് ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളാണ്, ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നം വന്നിട്ടുള്ള ആളാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിന് ഇന്ന് വരെ ഒരു പ്രശ്നത്തിനും ഒരു മുടക്കം വരുത്തിയിട്ടില്ല. ഇന്നൊരു ആവശ്യം വേണമെന്ന് ചോദിച്ചാൽ ഇന്ന് തന്നെ അതിനുള്ള സൊല്യൂഷൻ ദൈവം മുന്നിൽ കാണിച്ചു തരുന്നു. അപ്പം കന്നഡയിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ ബാംഗ്ലൂർ ഒരു ഹെൽത്ത് സൂപ്പർവൈസറും ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് തുടങ്ങിയവരാണ്. അവരുടെ 10-50 ആൾക്കാർ ഇപ്പോൾ കന്നഡയിൽ പഠിക്കണം, അത് ഹിന്ദിയിലെങ്കിലും പഠിപ്പിച്ചു തരുന്നു പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ ആൾറെഡി ഒരു 18 പേര് ഇപ്പോൾ ജോയിൻ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഇനി മുന്നോട്ട് പോകുന്ന യാത്രയാണ്, അതൊന്നും നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഈ ഇവന്റ് എന്ന് വെച്ചാൽ ഒരു ഇവന്റ് എന്ന നിലയിലല്ല, നിങ്ങളെ ശരത്തേട്ടനായിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു മുഖവരിയും നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിളക്കിലെ തിരി അങ്ങനത്തെ ചോദ്യങ്ങളല്ലാത്ത കുറച്ചും കൂടി ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ നമുക്കും കുറേ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ എല്ലാവരെയും വളരെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു 8-9 മണിയാകുമ്പോൾ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു അഷ്ടപതി ചൊല്ലിയിട്ട് തുടങ്ങാമെന്നാണ്. പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, നമ്മൾ വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ ചൊല്ലേണ്ടി വരും തോന്നുന്നു. കാരണം എണ്ണ എടുക്കാൻ മറന്നിരിക്കണം. അപ്പോൾ പറഞ്ഞ ആളത് വിട്ടുപോയി. അപ്പം ഞങ്ങളൊപ്പം ഞാൻ സാധന തുടങ്ങുന്ന സമയത്ത് എൻ്റെ തൊട്ട് മുന്നേ ബാച്ചിലൊക്കെ ഉണ്ടായിരുന്ന എൻ്റെ വൈഫിൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് ഷീജ. അത്യാവശ്യം ഇപ്പോൾ വരും പറഞ്ഞിട്ടുണ്ട്, ഒരു 5 മിനിറ്റിലെത്തും. അപ്പം അതിന് മുന്നേ അഷ്ടപതി എന്ന് ചൊല്ലാം. അപ്പം ഞാൻ ഷീജനെ വിളിക്കുന്നു. ഷീജയ്ക്ക് ഇവിടെ വന്ന് ചൊല്ലാൻ കുഴപ്പമുണ്ടോ? തപദിന സാക്കി സലയ ശയനീന അനില തരള കുവലയ നയനീന തപദിന സാക്കി സലയ ശയനീന യാരമിതാവന മാലിന സഖി യാരമിതാവന മാലിന വികസിത സരസിജ ലളിതമുഖീന വികസിത സരസിജ ലളിതമുഖീന സ്ഫുടദിന സാ
मनसिज विशिखेना यारमी पावन मालिना सखी यारमी पावन मालिना अमृत मधुर मृदु धर वचनीना अमृत मधुर मृदु धर वचनीना ज्वलदिन सामलयज पवनीना यारमी पावन मालिना सखी यारमी पावन मालिना स्थल जल रुह रुचि कर चरणीना स्थल जल रुह रुचि कर चरणीना लुठ दिन सा हिमकर किरणीना यारमी पावन मालिना सखी यारमी पावन मालिना सजल जलत समुदय रुचिरेणा सजल जलत समुदय रुचिरेणा दलदिन सारदि विरह भरेणा यारमी पावन मालिना सखी यारमी पावन मालिना कनकनिक शरुचि शुचि वसनीना कनकनिक शरुचि शुचि वसनीना श्वसिदिन सा परिजन हसनीना यारमी पावन मालिना सखी यारमी पावन मालिना सकल भुवन जन वर तरुणीना सकल भुवन जन वर तरुणीना वह दिन सारुजमदि करुणीना यारमी पावन मालिना सखी यारमी पावन मालिना श्री जयदेव फणित वचनीना श्री जयदेव फणित वचनीना प्रविशतु हरिरवि हृदयमनीना यारमी पावन मालिना सखी यारमी पावन मालिना. എന്തായാലും ഒരു വളരെ മനസ്സിന് സുഖം കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ശരത്തേട്ടനൊന്ന് വെൽക്കം ചെയ്യണം. ഞങ്ങൾ വളരെ ഔപചാരികമായിട്ട് ഒന്നും ചെയ്യുന്ന ആളല്ല. പക്ഷേ എന്താ പറയുക, ഈ അഷ്ടപതിക്ക് ശേഷം ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. നമ്മുടെ ക്ലാസ്സിൽ ആദ്യം എനിക്ക് ജോയിൻ ചെയ്ത ഒരാളുണ്ടായിരുന്നു ഞങ്ങളെ എല്ലാ ക്ലാസ്സിലും. അപ്പം ആശ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആശ ഒന്ന് ശരത്തേട്ടനെ വെൽക്കം ചെയ്യാം. പ്ലീസ് കം. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ദീപം കൊളുത്തിയിട്ട് തുടങ്ങാമെന്നാണ് പറഞ്ഞത്.
പ്രയം. പക്ഷേ രസം എന്താ വെച്ചാൽ ശ്രീജയുടെ അഷ്ടപതി ഗുരുവായൂർ എപ്പോഴും ദീപാരാധന കഴിഞ്ഞാൽ പാടുന്ന അഷ്ടപതിയാണ് ശ്രീജ പാടുന്നത്. അത് സാധാരണ ആരും ശ്രദ്ധിക്കാറില്ല. ആർക്കോ വേണ്ടിയിട്ട് അവരവിടെ പാടും. അപൂർവം പേര് ആ കിണറിൻ്റെ അവിടെ പോയെന്ന് കേൾക്കും അത്. പക്ഷെ അത് അകത്തൊരാളിരുന്ന് കേൾക്കുന്നുണ്ട്. ആ ആൾ കേട്ടു ഇവിടെ പാടിയതെന്നുള്ളത് അനുഭവത്തിൽ നമുക്ക് മനസ്സിലായി. അപ്പോൾ ശരിക്കും ദീപാരാധന കഴിഞ്ഞ ഫീൽ തന്നെയാണ്. ദീപം ഇല്ലാണ്ട് നമ്മളെവിടെ പുറത്ത് കൊടുത്തിയാലും അകത്ത് കൊടുത്തില്ലെങ്കിൽ കാര്യമില്ല. അകത്ത് കൊളുത്തിയോ പുറത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഒരു പക്ഷെ അത് പഠിപ്പിച്ചു തരാനായിരിക്കും. എന്തായാലും സന്തോഷം. വാസ്തവത്തിൽ നമ്മളിപ്പോൾ ഈ അനവധി വേദികളിൽ ചെന്നിട്ട് ഇങ്ങനെ പ്രഭാഷണം ചെയ്യുമ്പോൾ നമുക്ക് ഈ അവനവനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നും നമ്മളെന്താ വല്ല റേഡിയോ ആണോ. കാരണം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എല്ലാവരും കേൾക്കുന്നു, ചിലർ ഉറങ്ങുന്നു, ചിലർ ഇയാളൊന്നും നിർത്തുന്നില്ലല്ലോ, ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയമായി, അല്ലെങ്കിൽ വീട്ടിൽ പോകണം, അവിടെ ചെന്നിട്ട് കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് പതിവ്. ഒരു പരിധിവരെ നമ്മുടെ ധർമ്മം ശുഷ്കമായി പോകാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ കുറച്ച് പേര് മാത്രം സംസാരിക്കുക, അതിൻ്റെ ഒരു 10 ഇരട്ടി ആൾക്കാർ വെറുതെ കേട്ടോണ്ടിരിക്കുക. എന്നിട്ട് ഇവരിത് പകുതി വെന്ത അവസ്ഥയിൽ എടുത്തിട്ട് വീട്ടിൽ പോകും. അത് പണ്ടാകുമ്പോൾ റീലിട്ട് ഉപദ്രവിക്കില്ല, ഇതിപ്പോൾ റീലിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങിയ ആൾക്കാരെ. ഇങ്ങനെ ഹാഫ് ബേക്ക്ഡ് ആയിട്ടുള്ള നോളജ് ജനറേഷൻ ടു ജനറേഷൻ പാസ് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് വറി ചെയ്യണം. എന്താ കർക്കിടക മാസമായ രാമായണം എത്ര വരി തള്ളി വായിക്കണം, ഏത് ചാപ്റ്റർ കുത്തിയെടുത്ത് വായിച്ചാൽ ശുഭഫലം നോക്കാം, അശുഭഫലം നോക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പ്രേം പറഞ്ഞ പോലെ തന്നെ എത്ര തിരിയിട്ടിട്ട് വേണം വിളക്ക് കൊടുക്കാൻ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വലിയ ലോകത്തിനെ മതിക്കുന്ന നമ്മുടെ ആധ്യാത്മികതയുടെ നാണിക്കൽ നടക്കുന്ന പ്രശ്നങ്ങൾ. നമുക്ക് അങ്ങനെയായി. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഇപ്പം നേരത്തെ സദ്ഗുരുവിൻ്റെ ഒരു കാര്യം പറഞ്ഞു, അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം എന്താ വെച്ചാൽ സദ്ഗുരുവിൻ്റെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡിസ്കോഴ്സസ് അല്ല ചെയ്തത്. അദ്ദേഹം ചോദ്യങ്ങൾ ചോദിപ്പിച്ചു ആൾക്കാരെ കൊണ്ട്, അതിന് ഉത്തരങ്ങൾ കൊടുത്തു. അത് അത്ര കോൺഫിഡൻസ് ഉള്ള ഒരാൾക്കേ സാധിക്കും. പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് ഒരു ലെക്ചർ നടത്താൻ എല്ലാവർക്കും സാധിക്കും. പക്ഷേ ഔട്ട് ഓഫ് ദ ബ്ലൂ പലവിധ ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങളെ തൃപ്തിയാകും വണ്ണം അല്ലെങ്കിൽ അവനവൻ്റെ കഴിവനുസരിച്ച് അഭിമുഖീകരിച്ച് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. സനാതന ധർമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാന തത്വം തന്നെ സത്യാന്വേഷണമാണ്. അല്ലാണ്ട് അമ്പലത്തിൽ പോക്ക്, ശാന്തത്തിരി കത്തിക്കൽ, നമസ്കരിക്കൽ, ഇതൊന്നുമല്ല. അതൊക്കെ ടൂൾസാണ്. ആത്യന്തികമായിട്ടുള്ള സത്യത്തിനെ സാക്ഷാത്കരിക്കാനുള്ള ഉപകരണങ്ങളാണ്. ആ സത്യം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയുടെ അപ്പുറത്ത് അലാസ്കയുടെ അവിടെ ഇരിക്കുന്ന ഒരു സ്ഥലത്തല്ല. അത് മഹാദേവനോ നാരായണനോ ബ്രഹ്മാവോ ഒന്നും അവിടുന്ന് ഫ്ലൈറ്റ് എടുത്തിട്ടല്ല നമ്മുടെ അടുത്തേക്ക് വരുന്നത്, നമ്മുടെ അകത്ത് തന്നെയാണ്. അത് ഇവിടെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം. നമ്മളങ്ങനെ തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ ജനിച്ചിട്ട് ഈ ശരീരമായിട്ട് ഇവിടെ ജിഞ്ചറിൽ വന്നിട്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞാൽ നമ്മളാരും ഇവിടെ വരില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ചോദ്യങ്ങൾ വരിക. അതിൽ നല്ലത് ചീത്താന്നൊന്നും ലോകത്തിൽ ഒരു ചോദ്യം ഇല്ല. ശരിക്കും നോക്കിയാൽ ഏത് ചോദ്യവും തോട്ടിനെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ആ ചർച്ചയിൽ കൂടെയാണ് പിന്നെ നമ്മൾ അന്വേഷണം നടത്തുന്നത്. എന്നാലും അങ്ങനെ ചർച്ച ചെയ്തിട്ടും വായിച്ചിട്ടും ഒക്കെ നമ്മളൊരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലൊന്നുമല്ല ഇത് നിൽക്കുന്നത്, ഇതിൻ്റെയും അപ്പുറത്താണ്. അതാണ് ഇപ്പോൾ നമ്മൾ എത്രയോ സപ്താഹങ്ങളൊക്കെ പോകണല്ലേ, എത്രയോ സപ്താഹങ്ങൾ കേൾക്കണേ. അതിൽ ഈ വേദങ്ങളുടെ സ്തുതി വരും. ഏകാദശം അടുക്കുമ്പോൾ ഏകാദശ അധ്യായത്തിലാണ് വരിക. അത് ബൗദ്ധോപദേശത്തിൻ്റെ ആ പ്രദേശത്ത് ആ ഭൂമികയിലാണ് അത് വരിക. അതിൽ ഞാനിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ പ്രേമൻ്റെ ഒരു ബാക്കി 2 എപ്പിസോഡ് കൂടെ എടുത്തിട്ടുണ്ട്, 2 3 എപ്പിസോഡ്. ഇയാൾ പിന്നെ എത്ര എപ്പിസോഡ് ഉണ്ടാക്കും 3 മണിക്കൂർ കൊണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനത് സൂചിപ്പിച്ചു. വേദങ്ങൾ പറയുന്നുണ്ട് എല്ലാറ്റിനും പ്രമാണം വേദമാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അത്
പൂർണ്ണമായിട്ടും അങ്ങോട്ട് ശരിയാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാരതത്തിൽ അനവധി കൾച്ചറുകൾ ഉണ്ടായിരുന്നു. ദ്രാവിഡമായിട്ടും മലബാര സമ്പ്രദായമായിട്ടും കൗളമായിട്ടും ഒക്കെ പല പല പദ്ധതികളുണ്ട്. അതുകൊണ്ട് വേദമാണ് ആത്യന്തിക പ്രമാണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ വളരെ നമ്മുടെ ഈസിനെസ്സിന് വേണ്ടിയിട്ട് കുട്ടികളോട് ചോദിക്കും, എന്താണ് ക്രിസ്തു മതത്തിൻ്റെ ഗ്രന്ഥം ബൈബിൾ, എന്താണ് ഇസ്ലാമിൻ്റെ ഗ്രന്ഥം ഖുർആൻ, എന്താണ് ഹിന്ദുവിൻ്റെ ഗ്രന്ഥം, ഉടനെ പറയും ഭഗവത്ഗീത. നമുക്ക് ഒരു ഗ്രന്ഥമൊന്നുമല്ല, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളാണ്. നമ്മൾ വെറുതെ ചുമ്മാ ഒരു ഫാഷന് വേണ്ടിയിട്ട് അവരോടൊപ്പം അപ്രോപ്രിയേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് ഇങ്ങനെയാണ്, നമുക്ക് ഈ ഗ്രന്ഥമാണ് എന്ന് പറയുന്നത്. ഭഗവത്ഗീത വൺ ഓഫ് ദ ടെക്സ്റ്റ് മാത്രമാണ്, നമുക്കങ്ങനെ ഒരു ടെക്സ്റ്റ് അല്ല. നമ്മളെ ഒരു മൂലഗ്രന്ഥം എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പദ്ധതിയിൽ വേദങ്ങളാണ്. ഇപ്പൊ ശൈവമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വേദങ്ങളല്ല, തിരുമന്ദിരം പോലുള്ള ഗ്രന്ഥങ്ങളാണ് അടിസ്ഥാനം. അല്ലെങ്കിൽ ഇപ്പൊ വേറെ നമ്മുടെ നാടൻ പദ്ധതികളിൽ വന്ന വേറെ പലതും ആയിരിക്കും. ഇപ്പൊ കാളി ആരാധിക്കുന്ന പദ്ധതികൾക്കൊക്കെ പാലക്കാട് കല്ലടിക്കോട് അടുത്ത് ആ കല്ലടിക്കോട് മലയിൽ നീലി എന്ന് പറയും, കരിനീലി, പറക്കുട്ടി ചാത്തൻ്റെയും കരിക്കുട്ടി ചാത്തൻ്റെയും അമ്മ, വിഷ്ണുവായ ചാത്തൻ്റെ വല്യമ്മ. ആ ദേവിയുടെ സങ്കല്പത്തിൽ നിന്നാണ് ഏറ്റവും പ്രൈമോഡിയലായിട്ടുള്ള മാതൃദേവാരാധന ഈ ഭൂമിയിൽ ഉണ്ടായത് തന്നെ, പ്രത്യേകിച്ച് ഈ ഭാരതഖണ്ഡത്തിൽ. ഇവിടുന്ന് അത് നോർത്തിൽ ചെന്നു, താരയായി, നീലധാരയായി, വജ്രായന ബുദ്ധമതത്തിലുള്ള നീലധാരയാവുന്നത്. അവിടുന്ന് കിടന്ന് ചൈനയിൽ ചെന്നിട്ടത് ക്വാനിനായി. ക്വാനിനൊക്കെ ഈ കരിനീലിയാണ്, ഈ കല്ലടിക്കോടം കരിനീലിയാണ്. കരിനീലിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാരണം പറഞ്ഞുതരാം. അതിന് രൂപമില്ല, നമ്മളതിനൊരു സ്ത്രീയായിട്ട് പറയണമെന്നേ ഉള്ളൂ. ചിലരൊക്കെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ആർട്ടിലൊക്കെ വരയ്ക്കുമ്പോൾ ഒരു മുളവട്ടിയും കയ്യിൽ ഒരു അരിവാളുമായിട്ടൊക്കെ വരയ്ക്കും. പക്ഷെ ആ ദേവതയ്ക്ക് ശരിക്കും രൂപമില്ല. വളരെ റോ ആയിട്ടുള്ള പ്രകൃതി ആയതുകൊണ്ട് രൗദ്രത വളരെയധികമാണ്. അതെന്താ വെച്ചാൽ പഴയ കാലത്തുള്ള അന്നത്തെ കോണ്ടെക്സ്റ്റിൽ അന്നത്തെ ജീവിച്ചിരുന്ന ആൾക്കാർ അവർ കാണുകയും ആരാധിക്കുകയും അവർ ഭയക്കുകയും ആരുടെ ഫേവർ ഉണ്ടെങ്കിലാണ് ഞങ്ങളുടെ ജീവിതം നന്നാവുക എന്ന് ചിന്തിക്കുകയും ചെയ്തിട്ട് ആരാധിച്ചിട്ടുള്ളതാണ്. നമ്മുടെ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ കാലത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ സുഖ സൗകര്യങ്ങളിൽ നിന്നിട്ട് നമ്മൾ അതൊക്കെ മോശമാണ്, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് നോക്കൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ജിഞ്ചർ നിൽക്കുന്ന ഈ പ്രദേശം ഏതാ പ്രദേശം? എം ജി റോഡിലെ പഴയ കണക്കിന് എന്താണെന്ന് എനിക്കറിയില്ല. പണ്ട് ഈ എടപ്പള്ളി രാജാവ് ഇവിടെ ആക്രമിക്കും, കലൂർ ഇങ്ങോട്ട് ആക്രമിക്കും, ഇവിടുന്ന് അങ്ങോട്ട് എടപ്പള്ളി ആക്രമിക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് തൃക്കാക്കര ആക്രമിക്കും. ഇതായിരുന്നു നമ്മുടെ സെക്യൂരിറ്റിയുടെ ലെവല്. ഇന്ന് നമ്മളത് അറിയുന്നില്ല. ഇന്ന് നമുക്ക് യുദ്ധം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ എത്രയോ കാതങ്ങൾ ദൂരെയാണ് കിടക്കുന്നത്, നമുക്കിതിനെക്കുറിച്ച് അറിയില്ല. അപ്പൊ കോണ്ടെക്സ്റ്റ് മറന്നുകൊണ്ടുള്ള കാഴ്ചപ്പാടാണ് ചരിത്രത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ആധ്യാത്മികതയിലാണെങ്കിലും. ചരിത്രത്തിൽ രാഷ്ട്രീയത്തിലാവാം, ആധ്യാത്മികതയിലും കൂടെ അത് കലർന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെയുള്ളൊരു അത്താണി അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പിടിവള്ളി. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടെന്ന് വെച്ചാൽ പ്രത്യാശ, ഹോപ്പിൽ നിന്നിട്ടാണ്. ഈശ്വരവിശ്വാസം പോലും നമ്മുടെ ഒരു പ്രത്യാശയാണ്. നമ്മുടെ ഇപ്പോഴുള്ള ലൈഫിൽ നിന്ന് അടുത്തത് ശരിയാവും, നമ്മുടെ ജീവിതത്തിൽ ഓരോ നോക്കും, ജോലി കിട്ടുന്നു, വിവാഹം കഴിക്കുന്നു, മക്കളുണ്ടാവുന്നു, അവരുടെ വളർച്ച, ഓരോന്നിലും ആ പ്രത്യാശയുടെ ഒരു തേരോട്ടമാണ് കാണുന്നത്. അവസാനം രോഗാതുരനായിട്ട് ബെഡ്രിഡനായിട്ട് തീരുമ്പോൾ പ്രത്യാശ മെല്ലെ 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 അസ്തമിച്ച് വരുന്നത്. പ്രത്യാശ പൂർണ്ണമായിട്ടും അസ്തമിക്കുമ്പോൾ മരണം സംഭവിക്കും. മനസ്സിന്റെ പ്രത്യാശയെ നമ്മൾ കാണാറുള്ളൂ. ശരീരത്തിൽ ഓരോ കോശത്തിനും ഓരോ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ ജീർണിക്കും തോറുമാണ് നമ്മൾ ശരിക്കും മരണത്തിലേക്ക് ആലോചിക്കും. അപ്പോൾ പഴയ കാലത്തെ മഹർഷിമാർ അവർക്കിപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്ര ടെക്നോളജി സൗകര്യങ്ങളൊന്നും ഇല്ലാതെന്നുണ്ടെങ്കിൽ അവരിതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിരുന്നു. ആത്യന്തിക സത്യം എന്താ? ഈ ശരീരം നശിച്ചാലും ഉണ്ടോ? അത് മുഴുവൻ അവർ ചോദ്യോത്തരങ്ങളിൽ കൂടെ ഉണ്ടാക്കിയത്. അവരോടും ചോദിച്ചു, മറ്റുള്ളവരോടും ചോദിച്ചു, പ്രകൃതിയോട് ചോദിച്ചു. ഇങ്ങനെ കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവരാ ചോദ്യം ഉത്തരവായിട്ട് ഉണ്ടാക്കിയെടുത്ത അറിവിൻ്റെ അക്ഷയഖനിയാണ് ഈ ഭൂമിയിൽ നിന്നത്. ഇപ്പം മഹാഭാരതം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഏറ്റവും മികച്ച ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ യക്ഷപ്രശ്നം. യുധിഷ്ഠിരൻ്റെ അടുത്ത് യക്ഷൻ കൊക്കിൻ്റെ രൂപത്തിൽ നിന്നിട്ട് ചോദ്യങ്ങൾ തന്നെ ചോദിക്കും അല്ലേ? ഓരോന്നിൻ്റെയും എന്താ പറയുക, കാറ്റിനെക്കാട്ടിലും വേഗത എന്തിനാണ്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്ത് രസമായിട്ട് യക്ഷപ്രശ്നം പോകുന്നു. ശരിക്ക് ജീവിതത്തിനെ കുറിച്ച് എത്രയോ ഇൻസൈറ്റുകൾ ഉണ്ടാക്കി തരുന്ന എപ്പോഴും ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. അപ്പോൾ ഈ നമ്മുടെ കാലഘട്ടത്തിൽ എനിക്കത് ഏറ്റവും നന്നായിട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള ഒരു മഹാത്മാവ് സദ്ഗുരു ജഗ്ഗി വാസുദേവാണ്. കാരണം അദ്ദേഹം വേറെ ഒരു മെത്തേഡും ഉപയോഗിക്കുന്നില്ല. Q&A ആണ് അദ്ദേഹത്തിൻ്റെ സിസ്റ്റം. അത് ശരിക്കും ഒരു സോക്രാറ്റിക് സിസ്റ്റം. സോക്രട്ടീസ് ആയിരുന്നു അതിൻ്റെ ആൾ. സോക്രട്ടീസ് ഒരിക്കലും വലിയ ട്രീറ്റൈസസ് പറയുക എഴുതി വയ്ക്കുകയൊന്നും ചെയ്തില്ല. ഹി എൻകറേജ് പീപ്പിൾ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അതിനൊക്കെ കറക്റ്റ് ഉത്തരവും കൊടുത്തു. അപ്പൊ ചില ആൾക്കാർ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഉത്തരം ഇയാൾ തരണം എന്ന് പ്രതീക്ഷിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അത് കിട്ടായതോടുകൂടി അദ്ദേഹം ശത്രുവായി അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു പോകുന്നു.
നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. ചില ആൾക്കാർ നമ്മളോട് ഉപദേശം ചോദിച്ചു വരും. അവർക്ക് വേണ്ടത് അവർക്ക് ഇഷ്ടമുള്ള ഉത്തരമാണ്. നമ്മളത് കൊടുത്തില്ലയോ നമ്മൾ ശത്രുക്കളോ. മനസ്സിലായി? ആധ്യാത്മികതയിൽ ഇതാ വളരെ അധികം. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഞാനുമേ കളിയും. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് പ്രേമൻ്റെ അടുത്ത് ഈ ആശയം പറഞ്ഞപ്പോൾ. കാരണം എനിക്കെന്താ വെച്ചാൽ ഞാൻ സാധാരണ പ്രഭാഷണങ്ങൾക്ക് ചെല്ലുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലൊക്കെ, ഞാനിപ്പോൾ വളരെ കുറച്ചു കൊണ്ടുവരും ക്ഷേത്രങ്ങളിലുള്ള പ്രഭാഷണം. ഇതുവരെ കമ്മിറ്റ് ചെയ്ത് മാത്രം, അത് വരണൊരു സെപ്റ്റംബർ വരെ ഉള്ളത് എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ചെയ്യുന്നില്ല. വളരെ ചുരുക്കം അത്ര നോക്കിയിട്ട് മാത്രം ചെയ്യും. കാരണം നമ്മൾ പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ അതൊരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ്. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത പ്രോഗ്രാമിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് തിരികെ വെക്കുന്ന ഒരു സംഘടന. അത്രേ ഉള്ളൂ ആധ്യാത്മിക ജ്ഞാനത്തിന് വില. ഗാനമേളയ്ക്കും DJ പാർട്ടിക്കും ഒക്കെയാണ് വില. അത് തന്നെ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും 1.5 മണിക്കൂർ സമയമുണ്ടെന്ന് പറയും. നമ്മൾ അവിടെ ചെന്നിട്ട് അവസാനം 45 മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ കഥ പറയേണ്ടി. അപ്പൊ നമ്മൾ ആ വിഷയത്തിന്റെ ആചാര്യന്മാര്, പൂർവാചാര്യന്മാര് അടക്കം എല്ലാവരെയും അപമാനിക്കുകയാണ്. ഇതിനൊക്കെ പുറമെ അവിടെ ഒരാൾ കേൾക്കാനിരിക്കുന്നു, അവിടുത്തെ ദേവത. ആ ദേവതയും അപമാനിക്കുകയാണ്. അതുകൊണ്ട് ആ മഹാഭാവത്തിലേക്ക് ഇനി അധികം തലവെച്ചു കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കുറയ്ക്കും. അപ്പോൾ അങ്ങനെ സമയം പറയാനുള്ളതിന് പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് എന്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ ആൾക്കാരോട് പറയാം. എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോഴും വിചാരിക്കും അവസാനം 10 മിനിറ്റെങ്കിലും ചോദ്യം ചോദിപ്പിക്കണം, അവസാനത്തെ 1 മിനിറ്റെങ്കിലും നാമം ചോദിപ്പിക്കണം. ഉറക്കെയെന്ന് സാധിക്കാറില്ല. അത് പിന്നെയും നടക്കാറ് എനിക്ക് എൻ്റെ സ്വന്തം ഗ്രാമത്തിലാണ്, കൽപ്പാത്തിയിൽ. കാരണം ഭഗവാൻ അനുഗ്രഹിച്ച് വളരെ പ്രബുദ്ധമായിട്ടുള്ളൊരു ജനതയാണ് അവിടെ. കാരണം എന്നും ദൈവനാമം, എന്നും ഭഗവാന്റെ നാമമാണ്. മഴക്കാലത്ത് 2 മാസമാണ് അമ്പലങ്ങളൊന്നും ഉറങ്ങുക. അല്ലെങ്കിൽ ഇങ്ങനെ എഴുന്നള്ളത്തുകൾ വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും പൂജയും ഉത്സവവും ദൈവനാമവും അങ്ങനെ നടക്കുന്നൊരു പ്രദേശമാണ് കൽപ്പാത്തി. അത് അങ്ങനെയാണ്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ടൊരു ഒരു ഒരു ഓഡിയൻ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് അവസാനം നമുക്ക് വേണമെങ്കിൽ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കാനോ അതിനൊക്കെ പറയാനുള്ള ഒരു സംവിധാനവും സാഹചര്യം അവിടെ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ സാധിക്കാറുണ്ട്, ചില സ്ഥലങ്ങളിൽ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ടോപ്പിക് എത്ര നല്ലതാണെങ്കിലും നമുക്ക് സാധിക്കാറ്. ഇപ്പം ഞാൻ ഈ അടുത്ത്, നിങ്ങൾ പലരും കേൾക്കണവരാണല്ലോ എൻ്റെ പ്രഭാഷണം, ഭക്തിയും സാധനയും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്രഭാഷണം ചെയ്തിരുന്നു കല്ലേക്കുളങ്ങര ക്ഷേത്രത്തിൽ. കല്ലേക്കുളങ്ങര ഇതേപോലെ വളരെ നല്ല ഓഡിയൻസ് ഉള്ള സ്ഥലമാണ് പാലക്കാട്. കൈപ്പത്തി ക്ഷേത്രം എന്ന് പറയും, ഹേമാംബിക എന്ന് പറയും. കേരളത്തിലെ 4 പഴയ സൗത്ത് ഇന്ത്യയിലെ 4 അംബികാ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ബാലാംബിക കന്യാകുമാരി, ഹേമാംബിക സ്വർണത്തിൻ്റെ നിറമുള്ള സ്വർണ്ണഗൗരി പാലക്കാട്, ലോകാംബിക ലോകനാർക്കാവ് വടകര, മൂകാംബിക നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ 4 അംബികാ ക്ഷേത്രങ്ങളാണ്. അംബികാ ക്ഷേത്രങ്ങൾ എന്നുള്ള പ്രസിദ്ധി അതിൽ പെട്ടതാണ് ഈ ഹേമാംബികാ ക്ഷേത്രം. അപ്പോൾ അവിടെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ചേന്നമംഗലം ശിവക്ഷേത്രമുണ്ട്. അമ്മയുടെ ഭർത്താവായിട്ടുള്ള ഭഗവാനാണെന്നാണ് സങ്കല്പം. അപ്പോൾ അവിടെയാണത്. അപ്പോൾ അത്തരമൊരു ടോപ്പിക്ക് നമ്മളുടെ അടുത്ത് പറയണമെന്ന് ആവശ്യപ്പെടുന്നത് ഞാനല്ല. ഞാൻ അപൂർവമായിട്ട് കമ്മിറ്റിക്കാർ പറഞ്ഞ ടോപ്പിക്ക് പറയും. ഞാൻ പറയും ഞാൻ ടോപ്പിക്ക് പറയാം. എന്താ വെച്ചാൽ ഈ നമുക്കിത് പറഞ്ഞു തരുന്ന ആൾക്ക് ഇത് ഇഷ്ടപ്പെടണ്ടേ. അങ്ങോട്ട് ചിലപ്പോൾ അത് ഉടക്ക് വയ്ക്കും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ സ്റ്റക്കാവും. അപ്പോൾ ഞാൻ പറയും ഒന്ന് നോക്കിയിട്ട് പറയാം എന്ന് പറയും. ചിലപ്പോൾ അവർ പറയണത് ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ ആവില്ല. അത് എനിക്ക് എൻ്റെ ഒരു രീതിയുണ്ട്. പക്ഷെ ഇവര് ഭക്തിയും സാധനയും എന്ന് പറഞ്ഞിട്ട് സാധാരണ ക്ഷേത്രങ്ങളിലാണെന്നുണ്ടെങ്കിൽ വല്ല പുരാണ കഥ പറയാനോ അങ്ങനെയാണല്ലോ നമ്മളോട് പറയും. അപ്പം ഞാൻ നാച്ചുറലി 3 ദിവസത്തെ പ്രഭാഷണം ചെയ്തു. അത് എങ്ങനെ രാവിലെ 7:30 തൊട്ട് 10:30 വരെ. ആ 7:30 വരുന്ന ഓഡിയൻസിനെ കാണണം. 7:30 മണിക്ക് അവിടെ ആളാ, ഫുൾ ആളാണ് ആ ക്ഷേത്രത്തിൽ. അത് കഴിഞ്ഞാൽ 10:30 അത് അവസാനിപ്പിക്കാൻ പോകുമ്പോൾ അവസാനത്ത് ഒരു 10 മിനിറ്റ് സമയമുണ്ടെങ്കിൽ നമ്മൾ ചോദ്യം ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ ചോദിക്കാനും ഉണ്ടോ. അപ്പൊ ഇവിടെ പ്രേമൻ്റെ അടുത്ത് ഈ ആശയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരാളാണെങ്കിലും 2 പേരാണെങ്കിലും നമുക്ക് ആ പ്രോഗ്രാം നടത്താം. എന്തായാലും ഞാൻ വരുന്നുണ്ട് എറണാകുളത്ത്. ഇന്നും എനിക്ക് രാവിലെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു, നാളെ റെക്കോർഡിംഗ് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എറണാകുളത്തുണ്ട്. സോ ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞപ്പോൾ പ്രേം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ മീഗറായിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്തതാണ്. എന്നിട്ട് പറയുകയും ചെയ്തു അത് 18 സ്റ്റെപ്സിൽ ഇപ്പോൾ ഇടേണ്ടതാണ്. കാരണം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകുന്നൊരു പേടി വന്നു. അങ്ങനെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ ഈ അടുത്തൊന്നും ഒരു സംഘടന എൻ്റെ ഒരു ടോക്ക്, ചെറിയൊരു ടോക്ക് വെച്ചതാണ് ഒരു സ്ഥലത്ത്. ഞങ്ങളത് 18 സ്റ്റെപ്സിൽ ഇട്ടുപോയി. അവർക്ക് കൊണ്ടുവന്ന ഭക്ഷണമൊന്നും കഴിഞ്ഞില്ല, ഇരിക്കാൻ ചെയർ ആകെ പ്രശ്നമായി. അപ്പം ആ ഒരു പേടി, കാരണം ഗുരുവായൂരപ്പനെ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് വളരെ വേണ്ടമുള്ള ആൾക്കാർക്ക് മാത്രം അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ലളിതേച്ചിക്ക് അയച്ചു കൊടുത്തതാണ്. അങ്ങനെ അയച്ച് ഉള്ള ഒരു ബേസിക് ഓഡിയൻസ് വെച്ച് നമുക്ക് വളരെ സുഖമായിട്ട് ഇഷ്ടമായ സമയമുണ്ട്. ചോദിക്കാവുന്നത് ചോദിക്കാം. അപ്പോൾ അതിലാണ് ഇപ്പം നിൽക്കുന്നത്. നമസ്തേ. നമസ്തേ.
അപ്പോൾ ഞാൻ ഒരു അന്വേഷിയാണ്, സാധകനാണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശിവനും ശക്തിയും ചേർന്നിട്ടാണല്ലോ ഇപ്പോൾ ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായത്. അപ്പോൾ നമ്മളിലും ആ പരിമിതമായ ശിവശക്തി ആണല്ലോ നമ്മളെ നയിക്കുന്നത്. അപ്പോൾ അതിനെ ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ എക്സ്പാൻഡഡ് അവയർനെസ്, എപ്പോഴും ആ അവയർനെസ്സിൽ ജീവിക്കുക. അപ്പോൾ ആ മുറിയാത്ത ശ്രദ്ധ ഇതിലൊക്കെ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്കൊക്കെ അത് മുറിഞ്ഞു പോകും. അപ്പോൾ അതിനെ നിരന്തരമായി നിലനിർത്തി എപ്പോഴും ആ നമ്മൾ ഉണ്ടായി തന്നെ ആനന്ദത്തിനായി ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ ആനന്ദത്തിൽ സദാ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇടയ്ക്ക് പല കാരണങ്ങൾ കൊണ്ട് അതിൽ നിന്ന് വിട്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ ആ മുറിയുണ്ട്. ഇപ്പോൾ എണ്ണരധാരമായി പോകുന്ന അതിൽ ഇടയ്ക്ക് ആ മുറിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതൊരു നിലനിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു, പക്ഷെ അതിൽ നിന്ന് പറ്റാത്തവരുണ്ട്. അപ്പൊ ആ മായര പിടിയിൽ നിന്ന് മുഴുവൻ മുക്തമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതിനെപ്പറ്റി താങ്കളുടെ ഒരു എക്സ്പ്ലനേഷൻ തന്നതാണ്. സൊല്യൂഷൻ അതല്ല, അത് സാധാരണ മനുഷ്യൻ ഞാൻ ഇപ്പോ ആ മായര 5 കഞ്ചുകങ്ങൾ അണിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അതിൽ നിന്ന് ഒരു വിടുതല്, അപ്പൊ സദാ അത് അങ്ങനെ ഒരു സാധ്യമാണോ? സദാ ശ്രദ്ധയിൽ ജീവിക്കാൻ സാധ്യമാണോ? അത് ഇപ്പൊ ഞാൻ ശരീരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് അതിന് ബ്രേക്ക് വരുന്നത് സഹജമായിട്ട് ഉണ്ടാവുന്നതാണോ എന്നാണ് എനിക്കറിയുന്നത്. ഉത്തരം പറഞ്ഞല്ലോ അതിൽ ലാസ്റ്റ്. അങ്ങയുടെ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം വന്നു. അതായിരിക്കും വരാം. നമുക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾക്കൊക്കെ ടെക്നിക്കലായിട്ട് ഒരുപാട് പേരുകൾ വിളിക്കാം, ടെക്നിക്കലായിട്ട് അനവധി പേരുകൾ വിളിക്കാം. പക്ഷെ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായിട്ട് കുറച്ച് തത്വങ്ങളുണ്ട്. ശിവനും ശക്തിയും ചേർന്നിട്ട് പ്രപഞ്ചം ഉണ്ടായി എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് എവിടുന്നാ വരണമെന്ന് വെച്ചാൽ, എപ്പോഴും ഒരു ഫീമെയിൽ പ്രിൻസിപ്പിളും ഒരു മെയിൽ പ്രിൻസിപ്പിളും ഉണ്ട് പ്രപഞ്ചത്തിൽ. എന്നാൽ ഇതിൻ്റെ അപ്പുറത്ത് ഇത് രണ്ടും അല്ലാത്തൊരു പ്രിൻസിപ്പിൾ ഇതിൻ്റെ അകത്ത് അന്തർലീനായിട്ടിരിക്കുന്നുണ്ട്. ആ അന്തർലീനായിട്ടുള്ള ആ പ്രിൻസിപ്പിൾ തൊട്ടിട്ട് മനസ്സിലാക്കിയാലാണ് അതുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള നമ്മുടെ അനുസ്യൂതമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള നമ്മുടെ ആക്ടിവിറ്റിയുടെ അതിൻ്റെ ഫലസിദ്ധിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു അപകടം പിടിച്ച വാക്കാണ്. മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല, അനുഭവിക്കാനേ പറ്റുള്ളൂ. അതിൽ മനസ്സില്ലാണ്ടാവുകയും ചെയ്യും. അതവിടെ നിൽക്കട്ടെ. ഞാനിത് പല പ്രഭാഷണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. സ്ഥിരം കേൾക്കുന്ന ആൾക്കാർ ക്ഷമിക്കുക, പ്രധാനമായിട്ട് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒരു പദ്ധതിയിൽ ശിവനും ശക്തി എന്ന് പറയും. വേറെ ഒരു പദ്ധതി വന്ന അതേ ഇതിനെ ലക്ഷ്മിയും നാരായണൻ എന്ന് പറയും. വേറൊരു പദ്ധതിയിൽ വന്ന രാധയും കൃഷ്ണൻ എന്ന് പറയും. ഇനി വേറൊരു പദ്ധതി പോയാൽ അത് പ്രകൃതിയും പുരുഷനെന്ന് പറയും സാങ്കേതിൽ. മറ്റേതൊക്കെ നമുക്കറിയാം, ശൈവം വൈഷ്ണവം വരെ വന്നു. പരാശക്തി ശാക്തേയത്തിലും അർദ്ധനാരീശ്വരി എന്ന് പറഞ്ഞിട്ടുള്ള സങ്കല്പം. അമ്മയ്ക്ക് പ്രാമുഖ്യം കൊടുത്ത് അവിടെയും പകുതി പുരുഷനുണ്ട്. ശിവനാകുമ്പോൾ അർദ്ധനാരീശ്വരൻ പറയും. മന്ത്രം വ്യത്യാസമുണ്ട്, ചെറിയൊരു വ്യത്യാസമുണ്ട്, മൂർത്തിയുടെ സ്വഭാവത്തിനനുസരിച്ച് ഉപാസനയുടെ ഭാഗമായിട്ട്. പക്ഷേ ഗൗഡീയ വൈഷ്ണവത്തിൽ വരുമ്പോൾ അവിടേക്ക് ലക്ഷ്മിനാരായണനും പോരാ. അവർക്ക് കൃഷ്ണൻ രാധയുമാണ്. എപ്പോഴും ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ, ഒരു മെയിൽ പ്രിൻസിപ്പിൾ, ഒരു ഫീമെയിൽ പ്രിൻസിപ്പിൾ. മെയിൽ പ്രിൻസിപ്പിൾ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, അതിനാണെങ്കിൽ ഫീമെയിൽ പ്രിൻസിപ്പിൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും, ഡൈനാമിക് ആയിരിക്കും. അത് എളുപ്പം മനസ്സിലാക്കാനാണ് കപിലമഹർഷി അതിനെ പ്രകൃതി എന്നും പുരുഷൻ എന്നും വിളിച്ചത്. പുരുഷൻ സാക്ഷിയാണ്, ഉണ്ടാവില്ല. പ്രകൃതി മാറിക്കൊണ്ടേയിരിക്കും. ഈ പ്രകൃതിയാണ് ഈ മായയുടെ ആവരണം ഉണ്ടാക്കുന്നത്. പുരുഷൻ എപ്പം പ്രകൃതിയിൽ നിന്ന് ശ്രദ്ധ വിട്ടിട്ട് പുരുഷനിലേക്ക് അവനവനിലേക്ക് ശ്രദ്ധിക്കണോ അപ്പോൾ അന്ന് പറഞ്ഞ സംഭവം സംഭവിക്കും. പക്ഷെ ഇത് നമുക്ക് ഫ്ലാഷുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ഞാൻ സാധാരണ പറഞ്ഞാൽ, നമ്മൾ എത്ര ക്യൂ നിന്ന് കഷ്ടപ്പെട്ടിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവിടെ ശ്രീകോവിലിന്റെ മുന്നിൽ എത്തുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കും. എല്ലാവർക്കുള്ള അനുഭവമാണ്, ഏത് ക്ഷേത്രത്തിലും ഉണ്ടാവും. പക്ഷെ ഞാനിത് ഗുരുവായൂർ എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇടിയും കുത്തും ഒക്കെ കൊണ്ടിട്ട് എന്തിനാ ഒന്ന് കാണാനാ പോണത്. അപ്പോഴേക്കും അവർ പിടിച്ച് തള്ളും. ആ സമയത്ത് നമ്മൾ കണ്ണടയ്ക്കുന്നുണ്ട്. ആ കണ്ണടയ്ക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു മൈക്രോ സെക്കൻഡെങ്കിലും ലയം കിട്ടുന്നുണ്ട്. അങ്ങ് ഈ പറഞ്ഞതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ശരിക്ക് അങ്ങനെ ഒരു സമയത്ത് കിട്ടുന്നുണ്ട്. ചിലർക്ക് ക്ഷേത്രത്തിലേ പോകേണ്ട ആവശ്യമില്ല, ചിലർക്ക് ചില സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ സംഭവിക്കും. എപ്പോഴാണ് ആ ലയം സംഭവിക്കുന്നത് സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ കാണാം. ചിന്ത പൂർണ്ണമായിട്ടും അസ്തമിക്കുന്ന ഏതോ ഒരു സ്പോട്ടിലാണ്. ആ സ്പോട്ടിന്റെ ലെങ്ത് കൂട്ടിക്കൊണ്ടുവരികയാണ് എല്ലാ സാധനങ്ങളിലെയും ലക്ഷ്യം. ആ ലെങ്ത് കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ തൈലധാര പോലെ അണമുറിയാതെ നിൽക്കും. അതിനുവേണ്ടി യോഗികൾ കണ്ടുപിടിച്ച ഒരു കാഴ്ചപ്പാടാണ് ഈ മെയിൽ പ്രിൻസിപ്പിൾ, ഫീമെയിൽ പ്രിൻസിപ്പിൾ. കാരണം പുരുഷനിൽ സ്ത്രീയുണ്ട്, സ്ത്രീയിൽ പുരുഷനുണ്ട്.
നമ്മളെപ്പോഴും നമ്മളിൽ എന്തിന്റെ കുറവുണ്ടോ അതിനെ പൂർത്തീകരിക്കാനാണ് നോക്കണം. അതുകൊണ്ടാണ് ഈ ഇണചേരൽ വരെ തുടങ്ങുന്നത്. അത് ശക്തിയുടെ തലത്തേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഈ മണ്ടൈൻ തലങ്ങളിൽ നിന്ന് വിട്ടിട്ട് അത് വളരെ ഹയർ ലെവലുകളിലേക്ക് ഉയരുമ്പോൾ നമ്മൾ ചിന്താമണി എന്നൊക്കെ അതിനെ വിളിക്കും. ചിന്താമണി എന്ന് വിളിക്കുന്നത് ഈ അർദ്ധനാരീശ്വര സങ്കല്പത്തിനെയാണ് ശരിക്കും. അപ്പൊ അതിൽ ശൈവമാണെങ്കിലും വൈഷ്ണവാണെങ്കിലും ഏത് സ്കൂളാവട്ടെ, കർമ്മത്തിന് എത്ര ലെയർ ഉണ്ടായിക്കോട്ടെ, ലെയർ ഇല്ലാണ്ടായിക്കോട്ടെ, ഇത് മുഴുവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മനസ്സെന്നാണ്. എവിടുന്ന മനസ്സ് ഫോം ചെയ്യണത്? ഞാൻ ഈ ശരീരമാണെന്നുള്ള ആദ്യത്തെ ഒരു കുഞ്ഞിന്റെ ഫസ്റ്റ് ബോധത്തിൽ നിന്നാണ്. അവിടുന്നാണ് ബാക്കിയൊക്കെ. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഷർട്ട്, എൻ്റെ കളിപ്പാട്ടം, എൻ്റെ വീട്, എൻ്റെ കാറ്. ഈ എൻ്റെ എന്ന് പറഞ്ഞ ആദ്യം എൻ്റെ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉള്ളത് ആദ്യം ബോഡിയാണ്. ഈ ബോഡിയുടെ ഇതിന്ന് പൊട്ടിച്ച് പുറത്തു വരെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണിയല്ല. എവിടെയോ നമുക്ക് അതിന്റെ ബ്രേക്കുകൾ, എത്ര വലിയ യോഗീശ്വരനാണെങ്കിൽ പോലും ആ ബ്രേക്കുകൾ ഉണ്ടാവുന്ന പുരാണങ്ങളിൽ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതിൽ ആ ഭ്രംശം, നമ്മളെന്താ പറയുക, വിക്ഷേപം എന്നല്ലേ പറയും. അല്ല, അതാണല്ലോ വേദാന്തത്തിൽ ഉപയോഗിക്കുന്ന വാക്ക്, വിക്ഷേപം. അത് റോക്കറ്റ് പോണ വരികയാണ് മനസ്സ്. അതായത് ഈ കുട്ടികൾ റോഡിൽ കണ്ടിട്ടില്ലേ, ഈ റോക്കറ്റിന്റെ പെട്ടി കൊണ്ട് കൊളുത്തി വെച്ച ചറ പറയാൻ പല വഴിക്ക് പോകും. നമ്മുടെയൊക്കെ മനസ്സുകൾ 24 മണിക്കൂർ അവസ്ഥയിലാണ്. ഏത് വഴിക്കൊക്കെ റോക്കറ്റ് പോകണമെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ എണ്ണം കുറച്ച്, ചിന്തയുടെ എണ്ണം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് ഏത് മെത്തേഡിലാണ്? ധ്യാനം കൊണ്ടാണോ അങ്ങനെ? ജപം കൊണ്ടാണോ അങ്ങനെ? ഇനി നമസ്കരിച്ചിട്ടാണോ അങ്ങനെ? ഇനി പ്രദക്ഷിണം വെച്ചിട്ടാണോ അങ്ങനെ? അല്ല നിങ്ങൾ ഇനി പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നിട്ടാണോ അങ്ങനെ? അല്ല ജലത്തിന്റെ അടിയിൽ പോയിരുന്ന, എങ്ങനെയാണെങ്കിലും അതൊക്കെ ടൂൾസാണ്. അനുസ്യൂതമായിട്ട് ഈ തൈലധാര പോലെ നിരന്തരമായിട്ട് ഈശ്വരൻ കലയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഈശ്വരൻ എന്ന് പറയുന്നത് പോലെ ഒരു സിംഗുലർ തോട്ടാണ് എന്നുള്ളതാണ്. ആ സിംഗുലർ തോട്ടില് എന്താണെങ്കിലും, അതിപ്പോ ഞാൻ ചില സ്ഥലത്ത് പറയാറുണ്ട്, നിങ്ങളിപ്പോ നാരായണ ശിവശിവ എന്നൊന്നും ജപിച്ചില്ലെങ്കിലും ഒരാളുടെ പേര്, ഇപ്പൊ അങ്ങയുടെ പേര് രാജേന്ദ്രൻ, അങ്ങയുടെ പേര് അങ്ങിരുന്നിട്ട് രാജേന്ദ്രൻ എന്ന് ജപിച്ചോണ്ടിരുന്ന് നോക്കൂ. ഞാൻ ഗുരുവായൂരപ്പന്റെ നാമത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ലയം കിട്ടും. ലയം കിട്ടിയിരിക്കും. കാരണം എന്താ, ഒരൊറ്റ തോട്ടിലേക്ക് മനസ്സ് വരണം. അവസാനം ആ തോട്ടും ഇല്ലാണ്ടാവും. നമ്മൾ പക്ഷെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, മഹാബുദ്ധിമാന്മാരെ മഹർഷിമാര് എന്തിനെയാണോ ചിന്തിക്കുന്ന ആ ഒരു ചിന്തയിലേക്ക് മനസ്സിനെ കൊണ്ടുവന്നിട്ട് അവസാനം മനസ്സില്ലാണ്ടാവുമ്പോൾ ആ ചിന്തിച്ച വസ്തുവായിട്ട് മാറുന്നതാണ് ഇയാൾ. അപ്പോൾ അവനവന്റെ പേരോ മരം എന്നോ വാൽമീകി പറഞ്ഞതിനെക്കാട്ടും നല്ലതല്ലേ രാമ എന്നും ശിവ എന്നും പറയണത്. ആ ഒരു അവസ്ഥയിലേക്ക് അതിനെ എത്തിക്കും. അപ്പൊ അനുസ്യൂതമായിട്ടുള്ള ഒരു എന്താ പറയാ, നിരന്തര സ്മരണ, ഞാൻ ഉപയോഗിക്കാറുള്ള വാക്കത് ഗുരുവായൂരപ്പന്റെ നിരന്തര സ്മരണ പറഞ്ഞിട്ട് എൻ്റെ ഒരു പ്രഭാഷണം തന്നെ ഉണ്ട്. ആ നിരന്തര സ്മരണ ഉണ്ടാക്കാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ, സാധനയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രം സ്മരണ ഉണ്ടാക്കാന്നല്ലാണ്ട് ചെയ്യേണ്ട സകല പ്രവർത്തികളും ഈശ്വരനായിട്ട് അറ്റാച്ച് ചെയ്യാന്നല്ലാണ്ട് നമുക്ക് ലൗകികത്തിൽ ഇരിക്കണവർക്ക് വേറെ മാർഗമില്ല. അതേ മാർഗമുള്ളൂ. രാവിലെ എണീച്ച് രാത്രി കിടന്നുറങ്ങി വീണ്ടും രാവിലെ എണീച്ച് ഇതിലൊക്കെ എവിടെയെങ്കിലും ഈശ്വരനെ കൊണ്ടുവന്ന് കിട്ടും. അപ്പൊ നല്ലതും ചീത്തയും എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ലാണ്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. എന്ത് നല്ലത് കിട്ടിയാലും കൊടുക്കുക. ഇനി ആരെങ്കിലും ചീത്ത വിളിച്ചാൽ അത് നടക്കിരിക്കട്ടെ അവർ കൊടുക്കുക. നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. വേണമെങ്കിൽ അലാറം വെക്കാം. ഇടയ്ക്ക് നമ്മൾ എല്ലാവരും അലാറം വെക്കേണ്ടത്. വെള്ളം കുടിക്കാൻ വരെ പക്കളു കുളു സൗണ്ട് ഉണ്ടാക്കുന്ന ആപ്പുകളുണ്ട്. അതുവരെ ഭഗവാനെ മറക്കും. ഓരോ മണിക്കൂർ കൂടുമ്പോഴും മൂപ്പരെ ഓർക്കാനുള്ള എന്തെങ്കിലും വിദ്യ നമുക്ക് ചെയ്തു വെക്കാം. നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്താൽ മതി. അത് ഇന്ന രൂപമാണെന്നൊന്നും ഇനി അതും വേണ്ട. നമുക്ക് നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയുടെ ചിഹ്നത്തിന് ഓർക്കും. ഓരോ മണിക്കൂർ അതും ലയാ ധ്യാനിച്ചാൽ മതി. അത് ധ്യാനിച്ചാലും മോക്ഷം കിട്ടും. കാരണം ഇതിന്റെ കോറ് കിടക്കുന്നത് ഇതിന്റെ അകത്താണ്. ഇതാരും ചിന്തിക്കാതെ പോകുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻഡ് ഓഫ് ദി ഡേ നമ്മളൊക്കെ അതാത് ശരീരങ്ങളാണെന്നാണ് നമ്മുടെ വിചാരം. എന്ത് പറഞ്ഞാൽ അതുകൊണ്ടാണ് രമണ മഹർഷി പറഞ്ഞ്, എത്ര വലിയ മഹർഷിയാണെങ്കിലും പ്രാണം പോകുന്ന നേരത്തെ ഒരു പെട്ടക്കൽ വരുന്നു. അയ്യോ ഈ ശരീരം പോണല്ലോ. ആ ലക്ഷ്മി എന്ന് പറഞ്ഞ പശുവിന്റെ പ്രാണൻ അടക്കി അതിന്റെ ഹൃദയത്തിൽ അടക്കി കൊടുക്കുന്ന സമയത്താണ് മഹർഷി പറഞ്ഞു. സ്വന്തം അമ്മയ്ക്കും ആ പശുവിനും മോക്ഷം കൊടുത്തത് അദ്ദേഹം സ്പർശം കൊണ്ടാണ്. അമ്മയുടെ നെഞ്ചിലും കൈവച്ചു, പശുവിന്റെ നെഞ്ചിലും കൈവച്ചു. ഒരു പിണ്ടാപ്രാണിക്കും സ്വന്തം പെറ്റമ്മയ്ക്കും. അമ്മയെ സമാധി ഇരുത്തിയ സ്ഥലത്ത് ശിവലിംഗം പ്രതിഷ്ഠിച്ചു അദ്ദേഹം. കാരണം എന്താ, അദ്ദേഹത്തിന് അവർക്ക് ആ മോക്ഷാവസ്ഥ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത്. പൂർണ്ണമായിട്ടും ചിന്ത ഒടുങ്ങുമ്പോൾ, ശുദ്ധബോധം മാത്രമാകുമ്പോൾ പിന്നെ മനസ്സ് എന്നൊന്നും ഇല്ലാണ്ടാവുന്നത് കൊണ്ട് പുതിയൊരു ശരീരത്തിന്റെ ആവശ്യം ഓട്ടോമാറ്റിക്കലി വരുന്നില്ല. അല്ലാണ്ട് ആരും നമുക്ക് സർട്ടിഫിക്കറ്റ് എഴുതിയിട്ട് ഓക്കെ യു ആർ ഗ്രാൻഡഡ് മുക്തി മോക്ഷം എന്ന് പറഞ്ഞിട്ട് തരുന്നില്ല. അത് സംഭവിക്കുന്നത്.
അപ്പൊ നിരന്തരമായിട്ടുള്ള സ്മരണ എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാർക്ക് ഗൃഹസ്ഥർക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്ന സകല ആക്ടിവിറ്റികളിലും ക്ലാസിഫിക്കേഷൻ ഇല്ലാണ്ട് ഗുണദോഷ ചിന്തയില്ലാണ്ട് ഭഗവാൻ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ദോഷം എന്നുള്ളത് സംഭവിക്കാണ്ടോ. ആദ്യകാലത്ത് നമ്മൾ നമ്മുടെ നെഗറ്റീവ് ക്വാളിറ്റീസും കൊടുത്തേക്കണം. വിഷമം വിചാരിക്കരുത്, എന്തും കൊടുക്കണം. ഭക്ഷണം കഴിച്ചാലും ഇണ ചേർന്നാലും വിസർജിച്ചാലും എന്തും 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 എന്തും. കാരണം പ്രപഞ്ചത്തിൽ ഭഗവാനിലാണ്ട് ഒന്നുമില്ല. നമ്മളും ഭഗവാനും നമ്മളും പ്രകൃതിയും എന്നൊക്കെയുള്ള ശുദ്ധ നോൺസെൻസാണ്. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ഞാനും എൻ്റെ മൂക്കും കൂടി കല്യാണത്തിന് പോയി എവിടെയും പറയാറുണ്ടോ? ഞാനും എൻ്റെ മൂക്കും കൂടി കല്യാണത്തിന് പോയി ആരും പറയാം. ബിക്കോസ് വി ആർ വെരി മച്ച്, അത് മൂക്ക് ശരീരത്തിന്റെ പാർട്ടാണ്. അതിന് കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നമ്മൾക്ക് കേൾക്കുമ്പോൾ എന്ത് കിട്ടിത്തരാ പറഞ്ഞോളെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ നമ്മൾ വേർതിരിച്ചാ കാണുന്നത്. ഈ വേർതിരിവിന്റെ പ്രശ്നത്തിലാണ് അപ്പുറത്ത് അങ്ങ് പറഞ്ഞ ആ ധാര മുറിയണത്. ധാര മുറിയാതിരിക്കാനുള്ള ഏക മാർഗം ശിവന് ധാര ചെയ്യണതിന്റെ പ്രിൻസിപ്പിൾ തന്നെ ശരിക്കും നിരന്തര സ്മരണ ഈശ്വരങ്കലേക്ക് പോകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ആ ജലം കൊണ്ട്. കാരണം ജലം മെമ്മറിയാണ്. ജലം മെമ്മറിയാണ്. എൻ്റെ മെമ്മറി, എൻ്റെ മൈൻഡ് ആക്ടിവിറ്റി അണമുറിയാതെ ഈശ്വരങ്കലേക്ക് പോണേ എന്നുള്ളതാണ് ശരിക്കും ശിവന്റെ ജലധാരയുടെ താത്വികാർത്ഥം. അത് കൊണ്ടുവരാൻ നമുക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് ചമ്രം മടിഞ്ഞ് ഇരുന്ന് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിറങ്ങി ഓടും. അങ്ങനെയാണ്. അത് എത്ര വലിയ കാട്ടിൽ പോയിരുന്നാലും വർഷങ്ങളെടുക്കും. എല്ലാവർക്കും ധ്രുവനാവാൻ പറ്റില്ല, എല്ലാവർക്കും പ്രഹ്ലാദനും ആവാൻ പറ്റില്ല. നമുക്കൊക്കെ നമ്മുടെ പൂർവ്വകർമ്മത്തിനും നമ്മൾ പൂർവ്വത്തിൽ ഉപാസിച്ചിട്ടുള്ളതിൻ്റെ അനുസരിച്ചിട്ടാണ് ഇപ്പം നിങ്ങൾ ഇന്ന് ഇത്രയും പേരിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഉപാസിച്ചിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല. നിങ്ങളിവിടെ വരില്ല. ഇവിടെ എത്ര പേര് റോട്ടിലിറങ്ങി നടക്കുന്നില്ലേ? പിന്നെ എത്രയോ പേര് പ്രേമിട്ട ഈ എന്താ പറയുക ആഡ് കണ്ടിട്ടുണ്ടാവില്ലേ? അതിൽ എത്രയോ പേർക്ക് സൗകര്യം ഉണ്ടാവും വരാൻ. അവർ വരുന്നില്ലല്ലോ. എന്തുകൊണ്ട് വരുന്നില്ല? അതൊരു പൂർവ്വ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ഒരു എഫർട്ട് ഇട്ടു, യു ആർ ടേക്കൺ ആൻ എഫർട്ട് ആൻഡ് യു ആർ കമ്മിങ്. അറ്റ്ലീസ്റ്റ് എന്നെ കാണണം എന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കും അല്ലേ? എനിക്കും വളരെ സന്തോഷം. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഒരു സിംഗിൾ പോയിന്റിലേക്ക് നമ്മൾ കുറച്ച് നേരം, ഇന്നിപ്പോൾ നമ്മൾ 3 മണിക്കൂർ എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാലും എൻ്റെ ഒപ്പിൽ എന്താ അത്രയും നേരം നമ്മൾ ഭഗവാനെ ആലോചിച്ചിട്ട്. അതാണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ടേക്ക് അവേ അല്ലേ? എന്തൊക്കെ ചോദ്യങ്ങൾ വന്നാലും അതിൻ്റെ ഒക്കെ ഉള്ളിൽ ആ ഭഗവാന്റെ ഇരിപ്പുണ്ട്. അത് തിരിച്ചറിയാന്നുള്ളതാണ് ഈ നിരന്തരമായിട്ട് അനുസ്യൂതമായിട്ടുള്ള ഫ്ലോ ഏറ്റവും വലിയ കീ. അത് നമുക്ക് കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുക, നമുക്കും ആവാം. അത് എന്തിൻ്റെയും അടിസ്ഥാന ഘടകങ്ങളിൽ പോയിട്ട് പഠിക്കുന്നു. ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയും. എലോൺ മസ്കൊക്കെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന് ധാരാളം പറയുന്നു. ആ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ് ഇന്ന് അവർ ലോകം ഭരിക്കുന്നതും ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതും. ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾസിന്റെ ഉപജ്ഞാതാക്കൾ തന്നെ ഈ ഭാരതത്തിലാണ്. വേദം ഫസ്റ്റ് പ്രിൻസിപ്പിൾസാണ് പഠിപ്പിച്ചത്. എന്തിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്. ആ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് നമ്മളൊന്ന് റീഡിസ്കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താ നമ്മുടെ ധർമ്മത്തിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ? ഒറിജിനൽ പ്രൈമോഡിയൽ പ്രിൻസിപ്പിൾ. എല്ലാറ്റിൻ്റെ അപ്പുറത്ത് എല്ലാം നശിച്ചാലും എന്തുറങ്ങിക്കിടന്നാലും എല്ലാറ്റിൻ്റെ അപ്പുറത്തും ഒരു വസ്തുണ്ട്. അതിനെ നമ്മൾ ബോധം എന്ന് വിളിക്കും. ആ ബോധത്തിനെ ഞാൻ പറയാറുണ്ട് വേദാന്തി ബ്രഹ്മം എന്ന് വിളിക്കും, ശൈവൻ അതിനെ സദാശിവൻ എന്ന് വിളിക്കും, വൈഷ്ണവൻ നാരായണൻ എന്ന് വിളിക്കും, അമ്മയെ ആരാധിക്കുന്നവൻ പരാശക്തി എന്ന് വിളിക്കും, ബൗദ്ധൻ ശൂന്യൻ എന്ന് വിളിക്കും. എന്ത് പേരിട്ട് വിളിച്ചാലും ആ ബോധമാണ്. ആ ബോധ വസ്തുവിനെ അംഗീകരിച്ചാൽ ആ അംഗീകരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ അത് സത്യമാണ്. അതവിടെയുണ്ട്. അതാണ് സത്യവസ്തു. അതിനെയാണ് ഭാഗവതം പറഞ്ഞത് സത്യം പരം ധീമഹി. എപ്പോഴും പറയാറുണ്ട് നാരായണൻ പരം ധീമഹി എന്നല്ല ഭാഗവതം പറഞ്ഞു. നാരായണനെ ഉപാസിക്കേ, ബുദ്ധിയിൽ ഉറപ്പിക്കുക പറഞ്ഞില്ല. ശിവനെ ബുദ്ധിയിൽ ഉറപ്പിക്കുക, കൃഷ്ണനെ ബുദ്ധിയിൽ ഉറപ്പിക്കുക. എല്ലാവരും ഭാഗവതം എന്താ? കൃഷ്ണന്റെ കഥ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ കഥ. പക്ഷെ എന്തുകൊണ്ട് വിഷ്ണു പരം ധീമഹി എന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ട് കൃഷ്ണൻ പരം ധീമഹി എന്ന് പറഞ്ഞില്ല? സത്യം പരം ധീമഹി എന്ന് പറഞ്ഞു. ഗർഭത്തിൽ കിടക്കണ ദേവകിയുടെ വയറ്റിൽ കിടക്കണ ഉണ്ണി പറക്കാൻ പോടുമ്പോൾ ബ്രഹ്മാവും ദേവന്മാരും വന്നിട്ട് സ്തുതിക്കണ എങ്ങനെയാ? സത്യവ്രതം സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിനെ അവർ സ്തുതിച്ചത്. അല്ലയോ കണ്ണാ നീ ജനിക്കാൻ പോണല്ലോ എന്നൊന്നും പറഞ്ഞിട്ടല്ല അവർ സ്തുതിച്ചത്. സത്യമേ നീ ജനിക്കാൻ പോണല്ലോ. ആ അർത്ഥമാണ്. അപ്പൊ സത്യം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ട്, സത്യമായിട്ടുള്ള. അത് നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻ ഇങ്ങനൊന്നുണ്ട്. ആ സർട്ടിഫിക്കേഷനാണ് സത്യം എന്ന് വിളിക്കുന്നത്. അതിനെ വെറുതെ സാധാരണ ഒരു ശരീരത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അതിന് ഒബ്സർവേഷൻ വേണം, സാക്ഷിഭാവം വേണം. അവനവനെ ഒബ്സർവ് ചെയ്യണം, പ്രപഞ്ചത്തിനെ ഒബ്സർവ് ചെയ്യണം. അങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ ആ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു താളം കണ്ടു. അതിന് ഒരു താളം കണ്ടു. പ്രപഞ്ചം ഉടനീളം കോമൺ ആയിട്ടൊരു താളം. ഇതിൻ്റെ അകത്താണെങ്കിലും എവിടെയാണെങ്കിലും. ഇപ്പോൾ ഞാൻ പലപ്പോഴും എക്സാമ്പിൾസ് പറയാറുണ്ട്. ക്യാമറ, ലൈറ്റ് സ്റ്റാൻഡ്, TV, അല്ല പിന്നെ ടേബിള്, രുദ്രാക്ഷമാല, നമ്മുടെ വ്യക്തി ശരീരങ്ങൾ, നമ്മളൊക്കെ ശരിക്കും എന്താ ഓരോ മോളിക്യൂളുകൾ, തന്മാത്രകളുടെ കൂട്ടങ്ങളാണ്. നമ്മൾ ഒരു പ്രത്യേക ബലം കൊണ്ട് ഒന്നായിട്ടിരിക്കുന്നു. നമ്മുടെ അകത്തൊക്കെ എന്തൊക്കെ ഡിഫറെന്റ് തരം തന്മാത്രകളും ആറ്റംസ് ഉണ്ടെങ്കിലും
അതിൻ്റെ അകത്ത് ഒരു ശക്തി വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഒരു കോമൺ ശക്തി. നമ്മുടെ മെറ്റീരിയൽ പോലും ഒന്നാണ്. നമ്മൾ എന്ത് ജനിതക വൈദ്യം, പല ജാതി ജനിച്ചു, പല സ്ഥലത്ത് ജനിച്ചു, പല നാടുകളിൽ ജനിച്ചു, പല നിറമാണ്, ഞാനും മൃഗവും വേറെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കും. വളരെ സിമ്പിളായിട്ട് ഞാൻ എപ്പോഴും സാധാരണ തോട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാനുള്ള ഒരു സാധനമാണ്. നമ്മൾ എവിടെ നിന്നുണ്ടായത്? ഈ ഭൂമിയിൽ നിന്നുണ്ടായത്. ഈ ഭൂമി എവിടെ നിന്നുണ്ടായത്? സൂര്യനിൽ നിന്ന് ബ്ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഗ്യാസിന്റെ ബോളാണ് ഒറിജിനലി. അപ്പോൾ ഭൂമിയിലുള്ള വസ്തുക്കളൊക്കെ സൂര്യനിലുള്ള വസ്തുക്കളാണ്, അല്ലാണ്ട് പുതുതൊന്നുമില്ല. ഈ സോളാർ സിസ്റ്റത്തിൽ ബാക്കി വന്ന് വീണ മീറ്റിയോഴ്സും സകലതും സൂര്യന്റെ തന്നെ കണികൾ. ഈ സൂര്യൻ ഏതോ ഒരു മഹാനക്ഷത്രത്തിൽ നിന്ന് വന്നതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സൂര്യനിൽ നിന്ന് ഭൂമി ഉണ്ടായി, ഭൂമിയിൽ നിന്ന് നമ്മളുണ്ടായി, ഈ കാണാൻ സകല വസ്തുക്കളുണ്ട്. അപ്പൊ നമ്മളൊക്കെ ആരാ? നമ്മളിപ്പോ സൂര്യന്റെ മെറ്റീരിയലാ. വി ആർ ഓൾ സോളാർ പാർട്ടിക്കിൾസ് അല്ലേ? വി ആർ ഓൾ സ്റ്റെല്ലാർ മെറ്റീരിയൽ അല്ലേ? നക്ഷത്രങ്ങളാണ് നമ്മളൊക്കെ, നക്ഷത്രത്തിന്റെ പദാർത്ഥങ്ങളാണ് നമ്മളൊക്കെ. അത് തന്നെയാണ് ഇവിടെ ടീപ്പോയി ആയിട്ടും വെള്ളമായിട്ടും മാലയായിട്ടും കഴിക്കാനുള്ള ചായയായിട്ടും സകലതായിട്ടിരിക്കുന്ന സൂര്യൻ തന്നെയാണ്. ആത്യന്തികമായിട്ട് ഒരൊറ്റ വസ്തുവാണ്. ഈ വിധത്തിൽ പ്രപഞ്ചത്തിനെ നോക്കി കാണുമ്പോൾ അവർക്ക് കിട്ടിയ വാക്കാണ് ഋതം. ഇംഗ്ലീഷിൽ ഋതം എന്ന് പറയും, സംസ്കൃതത്തിലും ഋതം. അതാണ് മന്ത്രം. ഋതം സത്യം പരബ്രഹ്മം. താളത്തിനെ ഒബ്സർവ് ചെയ്താലേ സത്യം മനസ്സിലാവുള്ളൂ. അപ്പൊ ആ താളം എങ്ങനെ നടക്കണം? ഒരു ക്രമത്തിൽ നടക്കണം. ആ ക്രമത്തിൽ നടക്കേണ്ടതിനെ, ആ ക്രമത്തിനെ ധർമ്മം എന്ന് വിളിച്ചു. ആ ധർമ്മം എന്ന് വിളിച്ചതിനെ ഇനി മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് ഈ താളവും സത്യവും മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ അതിന് ട്യൂൺ ചെയ്ത് ജീവിക്കണം. ഇൻ ട്യൂൺ വിത്ത് ദാറ്റ്. ഇപ്പൊ ഞാൻ നേരത്തെ പ്രഭാഷണത്തിൽ അവിടെ റെക്കോർഡിംഗ് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ പോയിട്ട് എന്തൊക്കെയോ കയ്യും കൊണ്ട് കളിച്ചു കഴിഞ്ഞാൽ ഡാൻസ് ആവില്ല. പാട്ട് വെക്കണം, താളത്തോടുകൂടി പാട്ട്. അതിനനുസരിച്ച് നമ്മൾ ലയിച്ച് കളിക്കുമ്പോഴാണ് നൃത്തമാവുന്നത്. അപ്പൊ വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ആ ഒരു ക്രമം പോകുന്നുണ്ട് അപ്പുറത്ത്. ഞാൻ പറഞ്ഞ കിട്ടുന്നുണ്ട്, അത് ഉറക്കം വരുന്നുണ്ട്. അപ്പോഴേ അത് ചിലരൊക്കെ വളരെ നല്ല ഉറക്കം കാണുന്നത്. എൻ്റെ പ്രഭാഷണങ്ങൾ അങ്ങനെ ഗുണമുണ്ട്. വയസ്സായവർക്ക് ഉറക്കം ധാരാളം കിട്ടാറുണ്ട് പറയാൻ. അപ്പം എന്താ പറയാ, ഈ നൃത്തം സംഗീതത്തിന് അനുസരിച്ചിട്ടാണെങ്കിൽ അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും, ലയം വരും. കുറച്ച് കഴിയുമ്പോൾ നർത്തകൻ ഇല്ലാണ്ടാവും, നൃത്തം മാത്രമായിട്ട് അവശേഷിക്കും. നർത്തകൻ നൃത്തമായി മാറുക, പാട്ടുകാരൻ പാട്ടായിട്ട് മാറുക, കഥ പറയണവൻ കഥയായിട്ട് മാറുമ്പോഴാണ് നടരാജനൊക്കെ ഉണ്ടാവുന്നത്. നടരാജമൂർത്തിയൊക്കെ സങ്കല്പം ശരിക്കാണ്. ആ ആയി മാറാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഈ ധർമ്മത്തിനുമായിട്ട് ലയിക്കാൻ, അത് കർമ്മം. അതായത് നമ്മൾ എന്തെങ്കിലും വായി തോന്നിയ മാതിരി കാണിക്കാതെ ആ പാട്ടിനനുസരിച്ച് യുക്തമായ മുദ്രകൾ പിടിച്ചിട്ട് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, അതിന് ഇക്വാലന്റ് ആണ് നമ്മുടെ കർമ്മം. കർമ്മം ധർമ്മത്തിനനുസൃതമായ, പാട്ടിനനുസൃതമായ ആ താളം കറക്റ്റാവും, ഋതം കറക്റ്റാവും. ഋതം കറക്റ്റായ സത്യത്തെ കാണാം. സത്യത്തെ കണ്ട അഞ്ചാമത്തെ ഇപ്പുറത്തെ അറ്റത്ത് നിൽക്കുന്ന ആളെ കിട്ടും. ആരാ? മുക്തി. എന്താ മുക്തി? ഈ ശരീരം എന്നുള്ള ലിമിറ്റേഷനെ മറികടക്കുന്നു. ഇതാണ് സനാതന ധർമ്മത്തിന്റെ പ്രിൻസിപ്പിൾ. അല്ലാണ്ട് ഭഗവത്ഗീതയും ഭാഗവതവും രാമായണവും ഇതൊന്നുമല്ല. ഇന്ന് ഈ പറയണ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സുകൾ ഒന്നും വരുന്നതല്ല സനാതനധർമ്മം. സനാതനധർമ്മം ഇതാണ്, ഈ സത്യത്തിന്റെ അന്വേഷണം. ഇതിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ വെച്ചാൽ ഇതിൽ എത്ര വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം. ആരും നിങ്ങളുടെ തലവെട്ടില്ല, ആരും നിങ്ങളുടെ തലവെട്ടില്ല, കയ്യും കാലും വെട്ടില്ല, ഒന്നും വെട്ടില്ല. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഒരു നിർബന്ധമില്ല. അവിശ്വാസി ആവുന്നതും ധർമാനുസൃതമാണ് ഒരു തരത്തിൽ നോക്കിയാൽ. കാരണം ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നതും ഒരു വിശ്വാസമാണ്. ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നതും ഒരു വിശ്വാസമാണ്. അതൊരു വിശ്വാസം. അവരൊരു തരം വിശ്വാസികളാണ്. നമ്മൾ ഇങ്ങനെയല്ലല്ലോ, അത് അങ്ങനെ അല്ലല്ലോ എന്ന് പറയുന്നത് അത് അവരുടെ വിശ്വാസമാണ്. സോ ദേ ആർ എക്സസൈസിങ് ദെയർ ഫെയ്ത്ത്. ഇതിന്റെ അപ്പുറത്താണ് ഇത് നിൽക്കുന്നത്. ജിതു കൃഷ്ണമൂർത്തി പറഞ്ഞ പോലെ നമ്മൾ ഒരു പേരിട്ടിട്ട് ഒരു കാര്യത്തിനെ എപ്പോ വിളിക്കണോ അപ്പൊ അതില്ലാണ്ടായി. അതിനെ നമ്മൾ അപമാനിച്ചു. ഒരു പേര് കൊടുക്കുന്ന നിമിഷം നമ്മൾ അതിനെ ലിമിറ്റ് ചെയ്തു. അതല്ല, അതിനെ അനുഭവിച്ചറിയാനേ പറ്റൂ. സാധാരണ ഞാൻ പറയാറുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇത് കൂടെ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. കാരണം അങ്ങ് ചോദിച്ച ചോദ്യത്തിന്റെ ആ ഒരു അല വളരെ അധികമാണ്, ഒരുപാട് കിടപ്പുണ്ടായി. മധുരം എന്താണെന്ന് ചോദിക്കുക എന്നുള്ളത് ഞാൻ പല പ്രഭാഷണങ്ങളും എത്ര വേണമെങ്കിലും നേരെ നമുക്ക് സംസാരിക്കാം. മധുരം എന്താ? മിഠായി പോലെ, ചോക്ലേറ്റ് പോലെ, കേക്ക് പോലെ, പലതും പറയാം. സ്റ്റീവിയ പോലെ അല്ലേ, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. തേൻ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് റെഫറൻസുകൾ പറഞ്ഞിട്ട് എസ്സേകൾ ഇടാം. അതിന് പകരം ആ ചോദിച്ച ആളെ വിളിച്ച് അടുക്കളയിൽ കൊണ്ടുപോയിട്ട് ആ പഞ്ചസാര പാത്രം തുറന്ന് സ്പൂൺ എടുത്തിട്ട് വായിച്ചു കൊടുത്തിട്ട് കിട്ടിയോ? അത്രേ ഉള്ളൂ. കേവലാനുഭവം എന്ന് പറയും, അബ്സല്യൂട്ട് എക്സ്പീരിയൻസ്. ഈശ്വരനാണ്.
ചില മഹത്തുക്കൾക്ക് അങ്ങനെ വിളിച്ചുകൊണ്ട് വേണ്ടി കൊടുക്കാൻ പറ്റും. അത് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നമ്മൾ ഈ പ്രഭാഷണം ചോദ്യോത്തരമായിട്ട് മധുരം എന്താന്ന് എസ് എഴുതി നമ്മൾ നടക്കും. അപ്പോൾ ഈശ്വരങ്കലിക്ക് അനുസ്യൂതമായിട്ട് നമ്മൾ പോകുക എന്ന് പറഞ്ഞാൽ നിരന്തരാഭ്യാസം. അതൊരു ദിവസം കിട്ടി എന്നുള്ളതുകൊണ്ട് മറ്റൊരു ദിവസം കിട്ടണമെന്നില്ല. ഇന്ന് സമാധി അനുഭവിച്ചുകൊണ്ട് നാളെ അനുഭവിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇന്നത്തെ സന്യാസി നാളെ രാക്ഷസനാണ്, ഒരു നിർബന്ധമില്ല. നിരന്തരാഭ്യാസമാണ് ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ പാട്ട് പാടുക, നാമം ജപിക്കുക, അമ്പലത്തിൽ പോവുക, അതൊന്നുമല്ല. ഭ എന്നുള്ള ശബ്ദം കൊണ്ട് പ്രകാശം, അതിനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥ ഭക്തി. അത് കളിക്കുന്ന സ്ഥലം ഭാരതം. വളരെ സിമ്പിളാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ സെൽഫിനോട് ചേർന്ന് നിന്ന്, അതുകൊണ്ട് ആചാര്യസ്വാമിയുടെ സ്വസ്വരൂപാനുസന്ധാനം ഭക്തി തിരിഞ്ഞ് ആ സ്വസ്വരൂപാനുസന്ധാനം ഉണ്ടാക്കാനുള്ള വിദ്യയാണ് ഞാൻ നടത്തുന്നത്. നിരന്തരമായിട്ട് എല്ലാ കാര്യങ്ങളിലും കൊണ്ടുവരും ഈ ഒരു സമർപ്പണ ബുദ്ധി ഈശ്വരങ്കലിക്ക്. അത് ഏത് രൂപമാണ്. ഇനി ഒന്നുമല്ലെങ്കിൽ ഇനി മോഡേൺ കാലത്ത് കുട്ടികൾ പറയുമ്പോൾ റോണ്ടാ ബയറിനൊക്കെ വായിക്കുന്ന കുട്ടികൾ പറയും, ഓ ഐ താങ്ക് യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞു. ഈ യൂണിവേഴ്സ് ഭഗവാനാണ്. അതന്നെയാണ് ഓം വിശ്വം വിഷ്ണു വഷത്കാരോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ എങ്ങനെയാ വിശ്വാസറാന്ന് പറഞ്ഞത്? ഓം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞെന്താ വിശ്വം യൂണിവേഴ്സ്. ഇവർ താങ്ക് യു യൂണിവേഴ്സ് കുട്ടികൾ സ്റ്റൈലിന് വേണ്ടി പറയണു, അവിടെ വിശ്വം എന്ന് പറഞ്ഞു. നാരായണന്റെ ഉപചാര മന്ത്രത്തിലും പറഞ്ഞു നമസ്തേ വിശ്വഭാവന, ജിതന്റെ കുട്ടികാക്ഷ നമസ്തേ വിശ്വഭാവന. സൂക്തങ്ങൾ പറയണു വിശ്വം നാരായണവും ഹരിന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ പല സ്ഥലത്തും ആവർത്തിക്കണം. എന്തിനാ വെച്ചാൽ ഇത് വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടല്ല, ഇതേ ഉള്ളൂ മനസ്സിലാക്കാൻ. ഇത് ഈ ഇങ്ങനത്തെ ബേസ് പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കിയാൽ നമുക്ക് ഒരു നിമിഷത്തിന്റെ പോലും ഇടവേള ഇല്ലാണ്ട് നമുക്ക് ഈശ്വരസ്മരണയിൽ നമുക്ക് ഇഷ്ടമുള്ള ജീവിതം ജീവിക്കാൻ പറ്റും. അതിന് കാഷായ വസ്ത്രം കൊടുക്കണമെന്നോ കുറുത തുടരണമെന്നോ മാല ഇടണമെന്നോ ഒന്നുമില്ല. ജീൻസ് ഇട്ട് ടീഷർട്ട് ഇട്ട് മെഴ്സീഡീസ് ബെൻസ് ഓടിച്ചിട്ട് എവിടെ. ഞാൻ പബ്ബിന്റെ മുകളിൽ ഇരുന്ന് ധ്യാനിച്ചിരുന്നവൻ. ഞാൻ മദ്യപിക്കുന്ന ആളല്ല, പക്ഷെ ഞാൻ ഡിസ്കിന്റെ ഉള്ളിൽ പോയിട്ട് ഏറ്റവും മുകളിൽ പോയിട്ട് ധ്യാനിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, ഏതൊക്കെ ചില ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അവിടെ പോയി ധ്യാനിച്ചിരുന്നത്? അവിടെ ഇരുന്ന് കിട്ടുമെങ്കിൽ എനിക്ക് എവിടെയും കിട്ടുമെങ്കിൽ അവിടെ ഇരുന്ന് എനിക്ക് കിട്ടുമെങ്കിൽ എനിക്ക് എവിടെയും കിട്ടും. അതുകൊണ്ട് വിശുദ്ധ സ്ഥലം ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ. എല്ലാം വിശുദ്ധമാണ്. എവിടെ ഈശ്വരനെ കാണാൻ സാധിക്കട്ടോ അതൊക്കെ ശുദ്ധ. എവിടെ നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കില്ല അതൊക്കെ ശുദ്ധമാണ്. എല്ലാ പുണ്യാഹങ്ങളുടെയും എല്ലാ തന്ത്രപ്രായചിന്തകളുടെയും അടിസ്ഥാനം തന്നെ അതാണ്. ഈശ്വര ചൈതന്യത്തെ കാണാറാക്കുക. അത് പോയാൽ അവിടെ ശുദ്ധിയുള്ളൂ. ഇതാണ് തന്ത്രപ്രായചിന്തത്തിന്റെ അടിസ്ഥാനം. ഇതൊക്കെ ഈ അനുസ്യൂതമായിട്ടുള്ള നമ്മുടെ ശ്രദ്ധയ്ക്ക് ഗുണം ചെയ്യും. ഈ തത്വങ്ങൾ മനസ്സിലാക്കും, നമ്മൾ മനസ്സിലാക്കും. നമ്മൾ ഈ ശ്രദ്ധയെക്കുറിച്ച് പറയുന്നതും ഈ നിരന്തരമായിട്ട് ഈ തൈലധാര പോലെ ഈശ്വരസ്മരണം നടത്തുന്നത് ഒരു റോക്കറ്റ് സയൻസ് അല്ല. ഇറ്റ് ഈസ് വെരി മച്ച് വിത്തിൻ അവർ ഹാൻഡ്സ്. ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളതിനെ ചിന്തിച്ചു കോംപ്ലിക്കേറ്റ് ആക്കിയിരിക്കും. നമ്മുടെ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും ലൈഫിലെ ഏറ്റവും സ്മോളസ്റ്റ് തിങ്സിൽ അത് കാണാൻ നമുക്ക് എന്തൊരു വില കുറവാണ്. അവിടെ കണ്ടാൽ മതി. ഞാനിപ്പോ ഒരു 10-20 കൊല്ലമായിട്ട് ഈ സാധനം ചേർന്നോണ്ട് എനിക്ക് കാര്യങ്ങളെല്ലാം അല്ല ഞാൻ ചോദിച്ചത് ഇവരെല്ലാം ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് ചോദിച്ചത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് അറിയാവുന്ന ഉത്തരം തന്നെയാണ്. പക്ഷെ ഇവരെ ഇപ്പൊ ഞാൻ ഇപ്പൊ എക്സ്പാൻഡ് അവയർനെസ്സിൽ ജീവിക്കുന്ന ഒന്നും അറിയില്ല. എനിക്ക് ഒന്നും അറിയില്ല. ഞാനിപ്പോ പറഞ്ഞതൊന്നും ഞാൻ പറഞ്ഞതല്ല. അത് മനസ്സിലായി. ആ തലത്തിൽ അങ്ങേ ചോദിച്ചത് എല്ലാവർക്കും ഗുണം ചെയ്തു. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല. ഇപ്പൊ നമ്മള് എക്സ്പാൻഡ് അവയർനെസ്സിൽ ജീവിക്കുമ്പോ എല്ലാവരും നമ്മള് ഞാൻ തന്നെയാണ് എല്ലാവരും എക്സ്പാൻഡ് അവയർനെസ്സിനോട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബോധം ഇപ്പൊ ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ബോധം ഇപ്പൊ എന്റെ ബോധം ഇവിടെ എല്ലാവരുടെയും വ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യത്യസ്തമല്ല. ബോധം വ്യാപിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ അത് നമ്മൾ വാക്കുകൾക്ക് ഒരു പരിമിതി ഉണ്ടല്ലോ. വാക്കുകളോട് പറയുമ്പോ എനിക്ക് ചിലപ്പോ അങ്ങനെ പറയേണ്ടി വരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു ഹയർ ലെവലിലുള്ള ആൾക്കാരാണ് എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ ചില വാക്കുകൾ പറയുമ്പോ പലർക്കും അത് എന്താന്നുള്ളത് അപ്പൊ നമ്മള് പല ടെക്നിക്കുകളും ഉപയോഗിക്കും അതിന് വാക്കുകൾ. അപ്പൊ എല്ലാവർക്കും അതൊരു ഗുണം ചെയ്യട്ടെ. നമ്മൾ അപ്പൊ വാഗ്ദേവത എന്ന് പറഞ്ഞില്ല. അപ്പൊ വാഗ്ദേവത അതാണല്ലോ ഇപ്പൊ ശബ്ദപ്രപഞ്ചമായിട്ടുള്ള ഇതെല്ലാം അവിടെ നിലനിൽക്കുന്നത്. വാക്കുകളാണ് നമ്മളെ ആദ്യം തളയ്ക്കുന്നത്. പിന്നെ മനസ്സ് തളയ്ക്കും, പിന്നെ ശരീരവും തളയ്ക്കും ഒരു പ്രായത്തുള്ളൂ. എനിക്ക് 2-3 ചോദ്യങ്ങളുണ്ട്. ഓരോന്നായിട്ട് ചോദിച്ചാൽ ആദ്യം എന്താണ് ഈ വാസന എന്ന് പറയുന്നത്? കാരണം നമ്മുടെ വാസനകളാണ് നമ്മുടെ ചിന്തകളെ പലപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നത്. ഈ വാസന എന്ന് പറയുന്നത് എന്താണ്? വാസനയും കാരണശരീരവും എന്ന് പറയുന്നതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് ആദ്യത്തെ ചോദ്യം.
അതൊന്ന് സാർ പറഞ്ഞു. ആദ്യത്തെ ചോദ്യത്തിന് വാസന എന്താണെന്നുള്ളത് എടുക്കാം, മറ്റേ രണ്ടാമത് പറയാം. അതായത് നമ്മുടെ പ്രവൃത്തി അഥവാ കർമ്മത്തിന്റെ ചക്രം വളരെ രസമായിട്ടാണ്. ഇത് കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്, അല്ലെങ്കിൽ വിത്താണോ മരമാണോ ആദ്യം ഉണ്ടായത് എന്ന് പോലുള്ള ഒരു ചക്രമാണ്. നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് പിടിക്കണം എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ ലൈഫ് എടുക്കാം. നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്തിപ്പെട്ടു. അപ്പോൾ ആദ്യം ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. ഒരാഗ്രഹം ഉണ്ടാവും. ആഗ്രഹം എവിടുന്ന വരണമെന്ന് ഇപ്പം ചോദിക്കുന്നത്, ഞാൻ ആ ചക്രത്തിലേക്ക് കറക്റ്റ് എവിടേക്ക് എത്താം. ഒരാഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ഉപായത്തിനെ ചിന്തിക്കണം. പിന്നെ ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഉപായം എന്താണെന്ന് അന്വേഷിച്ച് റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്ന, അറിവ് കണ്ടെത്തുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മുടെ ലൈഫിൽ ഏറ്റവും സിമ്പിൾ കാര്യങ്ങളിൽ പോലും നടക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പാറ്റേൺ ശ്രദ്ധിച്ചാൽ കാണാം. വെള്ളം കുടിക്കണം തോന്നിയാൽ എന്താണ് വെള്ളം എന്ന് ആദ്യം അറിയണം. അത് നമ്മൾ കുട്ടിക്കാലത്തെ അറിഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് ബോധമല്ല, നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്ക് വെള്ളം എന്താണെന്ന് നമുക്ക് ഇന്നേറ്റലി അറിയാം, അതുകൊണ്ട് നമ്മളതിന് വില വയ്ക്കുന്നില്ല. പക്ഷെ വെള്ളം എന്താണെന്ന് അറിയാത്ത ഒരാളാണ് എന്ത് ചെയ്യും? ദാഹിക്കുന്നുണ്ട്, ഒരു വികാരം വരുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്ക് ദാഹം അല്ലെങ്കിൽ ആ വികാരം ശമിപ്പിക്കാൻ പറ്റുന്ന അയാൾക്ക് അറിയില്ല. അപ്പോൾ ആ ഫസ്റ്റത്തെ ഫ്രഷസ്റ്റ് ഫോമിലുള്ള നോളജ് കണ്ടെത്താൻ ഒരു ശ്രമം. കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യണം. കാരണം ഒരു ഐഡിയ അൺലെസ് ഇംപ്ലിമെന്റഡ് വോണ്ട് yield റിസൾട്ട്സ്. ഈ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കർമ്മേന്ദ്രിയങ്ങൾ ഉപയോഗിക്കും. കണ്ണുകൊണ്ട് നോക്കും, ചെവി കൊണ്ട് കേൾക്കും, മൂക്കൊണ്ട് മണക്കും, നാക്കൊണ്ട് രുചിക്കാം, കൈകൊണ്ട് മറ്റേ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് കാര്യങ്ങളെ ഒന്ന് അപഗ്രഥിച്ച് അതിൽ കൂടെയാണ് നോളജ് എടുക്കുന്നത്. നോളജ് എടുത്തു കഴിഞ്ഞാൽ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യും. ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ആക്ടിവിറ്റി പൂർത്തിയാക്കി കഴിഞ്ഞാൽ കർമ്മം ചെയ്തു എന്ന്, ഞാൻ ചെയ്തു എന്ന ബോധത്തോടെ തന്നെയാണ് ചെയ്യണം. അത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് സുഖാനുഭവമോ ദുഃഖാനുഭവമോ സംഭവിക്കും. ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് ഒരു നോളജാണ്. അതകത്ത് സ്റ്റോർ ചെയ്യും. ആ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ മെമ്മറി. ഈ മെമ്മറി വർഷങ്ങൾ കിടക്കുന്തോറും കണ്ടൻസായി അതിൻ്റെ ഏറ്റവും ബേസിക് ലെവലിൽ അതവിടെ സ്റ്റോർ ആവും. അതിൻ്റെ ബാക്കിയുള്ള വിശദാംശങ്ങളൊക്കെ പോകും. ഇപ്പം നമ്മൾ പണ്ട് എവിടെ പോയിട്ട് എന്തോ ഒരു നല്ല ഭക്ഷണ സാധനം കഴിച്ചതിൻ്റെ ഒരു ഓർമ്മയുടെ ഒരു ശകലം കിടക്കുന്നുണ്ടാവും. ഈ ടേസ്റ്റ് എനിക്ക് പണ്ട് അറിയാമല്ലോ, അങ്ങനെ നമ്മൾ ചിന്തിക്കാം. നമ്മൾ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോട് പോയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ സീഡായിട്ട് കിടക്കണ സാധനം ഉണ്ടല്ലോ, അതവിടെ സ്റ്റോറാണ്. ഈതർ ഈ ലൈഫിൽ തന്നെ അനുകൂലമായ മറ്റൊരു സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ ക്യാരി ഓവർ അടുത്തൊരു ശരീരം കിട്ടുമ്പോൾ അനുകൂലമായിട്ടൊരു സാഹചര്യം വരുമ്പോൾ ഇത് മുള പൊട്ടും. വീണ്ടും ആ കാര്യം അക്കംപ്ലിഷ് ചെയ്യാനുള്ള ഡിസയറായിട്ട് ആഗ്രഹത്തിൽ എത്തും. ആ വിത്തിനെയാണ് വാസന എന്ന് പറയുന്നത്. ശുഗമഹർഷി പറഞ്ഞത് ഇതിനെ വറുത്ത വിത്താക്കണം പരീക്ഷിത്തേ. കാരണം അനുകൂല വിത്തിനെ കളയാൻ പറ്റില്ല, പക്ഷെ വറുത്തിടുക. വറക്കണം എങ്ങനെയാ? ആത്മചിന്ത കൊണ്ട്. എന്തിന് വറുത്തിടണം? അനുകൂല സാഹചര്യം വന്നാലും മുളയ്ക്കരുത്. അതിന് വേണ്ടിയിട്ട് ശരീരം എടുത്ത വാസന അവിടെ ഉണ്ടാവും, അതിനെ കളയാൻ പറ്റില്ല, പക്ഷെ അതിനെ വറക്കണം. അത് ആത്മചിന്ത കൊണ്ടാണ് സാധിക്കുക. അത് താനെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിപ്പോൾ സാധനയിൽ അത് ശരിക്ക് സാധന ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഉള്ളിൽ കിട്ടും. അത് പുറമെ വരില്ല. അതുകൊണ്ടാണ് സാധകരധികം സംസാരിക്കില്ല. അവർക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഒന്നിനും. നമ്മൾ പറയും അയാൾ ഇന്റലക്ച്വലി, അയാൾക്ക് ഒരു വിവരം, അയാൾക്ക് ഒന്നും അറിയും. പക്ഷെ ആ വ്യക്തിക്ക് അനുഭവം അത്രയേ ഉള്ളതുകൊണ്ട് അയാൾക്ക് പേടിയ വാക്ക് കൊണ്ട് എനിക്കിത് പറയാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഓരോ സാഹചര്യത്തിലും അയാളുടെ ബീയിങ്ങിൽ ആ വറുത്ത വിത്തായിട്ട് അത് കിടക്കുന്നത് കൊണ്ട് അനുകൂല സാഹചര്യം വന്നപ്പോൾ ഒരു സ്പ്രൗട്ട് ഇല്ല. നമ്മളങ്ങനെയല്ല. നമ്മളിൽ പല സുചരിത്രരായിട്ടുള്ള ആൾക്കാർ പോലും അനുകൂല സാഹചര്യം ഒന്നും ആരും നോക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒപ്പിച്ചളയും. ഡിസയറാണ്. അപ്പൊ ഇതിന്റെ വിത്തിനാണ് വാസന. വസനത്തിൽ, ശരീരത്തിൽ മായ, വസനം വസ്ത്രം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മായ. നമ്മൾ ഈ ഭാഗവതത്തിലൊക്കെ ഈ നഗ്നത പറയണത് മുഴുവൻ ശുദ്ധ പ്യുവർ ആത്മാവിനെ സൂചിപ്പിക്കാനാണ്. വസ്ത്രം എടുത്ത് ഭഗവാൻ മാറ്റി വെച്ചു, ശരീരബോധം എടുത്ത് മാറ്റി. സമാധി ഭാഷയിൽ അതിന്റെ മുഴുവൻ കണക്കുണ്ട്. അതൊന്നും സപ്താഹങ്ങളിൽ പോയാൽ കിട്ടാറില്ല, അത് വേറെ വിഷയം. വാസനയുടെ ഏറ്റവും വലിയ സ്റ്റഡി ഭാഗവതമാണ്. ഏറ്റവും വലിയ സ്റ്റഡി പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ക്ലാസിക് സ്റ്റഡിയാണ്.
ആ വാസനകളിൽ വെച്ചിട്ട് ഏറ്റവും പ്രൈമോഡിയൽ വാസന എന്താണ്? എൻ്റെ ഈ ശരീരം നശിക്കുമോ എന്നുള്ളത് നമ്മുടെ പേടി. നമ്മുടെ അടിസ്ഥാന വികാരം മരണഭയം. ആ മരണഭയത്തിനെ നമ്മൾ മറക്കുന്ന നിമിഷങ്ങളെയാണ് നമ്മൾ സന്തോഷം എന്ന് വിളിക്കുന്നത്. The void where there is no sense of fear of death, അതിനെയാണ് നമ്മൾ സന്തോഷം എന്ന് വിളിക്കുന്നത്. ഈ സെൻസ് ഓഫ് ഫിയർ ഓഫ് ഡെത്ത് എന്നാണ് ഞാൻ ചെറുതായോ, എന്നെ അപമാനിച്ചോ, എനിക്ക് എന്നെക്കാൾ മറ്റൊരുത്തൻ നന്നായോ, അവൻ എന്നെ മറികടന്നു പോവോ, എന്നെക്കാൾ അവന് സമ്പത്ത്, ഈ ജലസി തുടങ്ങിയിട്ടുള്ള എല്ലാ അധമ വികാരങ്ങളും ലോവർ ചക്രാസിനെ മുഴുവൻ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത് ഈ സെൻസ് ഓഫ് ഫിയർ ആണ്. ഈ വാസനയുടെ ഈ കോർ വാസന നശിപ്പിക്കാനാണ് മൃത്യുഞ്ജയ മന്ത്രം ഉപാസിക്കേണ്ടത്. അതെന്താ പറയണത്? പഴുത്ത് പാകമായ ഒരു പഴം ഞെട്ടിൽ നിന്ന് വേർപെട്ട് പോകുന്നത് എത്ര സുഗമമായിട്ടാണ് അതുപോലെ തന്നെ വേർപെടുത്തിച്ച് തരണം. ഇതന്നെ ശ്രീരാമകൃഷ്ണ ദേവൻ പറഞ്ഞു, ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്. കുടിച്ച് ലക്ക് കട്ട ഒരുത്തൻ അവന്റെ വസ്ത്രം അഴിഞ്ഞു പോണത് പോലും അറിയാതെ പോണ പോലെ ശരീരം പോകണം. അങ്ങനെ പോകണം, അങ്ങനെ പോകാറാകണം. അത്ര പോലും അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ലേ. അപ്പൊ വാസന എന്ന് പറയുന്നതിന്റെ കോർ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് മരണഭയം. അതും മനസ്സ് ഫോം ചെയ്ത് തുടങ്ങുമ്പോഴേ അത് വരുള്ളൂ. അതിനൊരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ, ഒരു പരീക്ഷ പറയാം. ഒരു കുഞ്ഞു വാവ ജനിച്ചു കിടക്കുക, ഒരു കഠാര എടുക്കുക, കുഞ്ഞുവാവ മുഖത്തേക്ക് വിട്ട് കുത്തു കൊടുക്കുന്ന ആക്കി നോക്കുക, അത് ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കും. മനസ്സുണ്ടായിട്ടില്ല, അതിന് മരണഭയമില്ല. നേരെ മറിച്ച് ഒരു വയസ്സ് കഴിഞ്ഞിട്ടൊന്നും ചെയ്ത് നോക്കൂ, ഞെട്ടും. കുറച്ചുകൂടെ വരും, 5 വയസ്സാകുമ്പോൾ അലറി കരഞ്ഞളി. 3 വയസ്സ് കഴിയുമ്പോഴേക്കും തന്നെ ഓൾമോസ്റ്റ് ഫോം ചെയ്തു. 5 വയസ്സിലാണ് മനുഷ്യന്റെ മനസ്സ് പൂർണ്ണാവസ്ഥ എത്തുന്നത്. അതുകൊണ്ടാണ് 5 വയസ്സ് വരെ അച്ഛനമ്മമാരിൽ ആരും മറ്റുള്ളവരൊക്കെ ആ കുട്ടിക്ക് വേണ്ടി വഴിപാട് കഴിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ധൈര്യമുള്ള പറയും ആരോഗ്യമുള്ള കുട്ടിയാണെങ്കിൽ. 5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പെറ്റമ്മയ്ക്ക് മാത്രമേ അവകാശം, ബാക്കി തന്നെ ചെയ്യണം. എന്തു? കാരണം ഈ വാസനയുടെ ഏറ്റവും വലിയ ബലവത്തായിട്ടുള്ള ഫോം എന്ന് പറയുന്നത് ഞാൻ ഈ ശരീരമാണെന്നുള്ള ആ കോഴ്സാണ്. അത് നശിപ്പിക്കാനാണ് എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ പദ്ധതികളും ലക്ഷ്യമിട്ടത്. കാരണശരീരം എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൽ പറയുന്ന ഒരു ഷീത്താണ്. വാസന സ്റ്റോർ ചെയ്യപ്പെടുന്നത് അവിടെയാണെന്നാണ് വെപ്പ്. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മൾ ലേമൻ ടേംസിൽ എടുത്താൽ നമ്മുടെ മനസ്സെന്ന് കണ്ടാണ്. നമുക്ക് 3 എണ്ണല്ലേ ഉള്ളൂ: വാക്ക്, മനസ്സ്, ശരീരം. ത്രിവിധ കരണങ്ങൾ പറയും. ഇതിനെ ശുദ്ധാക്കി വെക്കാനാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലാണ് വാസനയുടെ വിത്ത് കിടക്കുന്നത്. വാസനയെന്നാണ് മനസ്സ് ഉണ്ടാവുന്നത്. മെന്റൽ ബേസിക് മെന്റൽ മേക്കപ്പ് എന്ന് നമ്മൾ പറയുന്നത് തന്നെ ഒരു പ്രൈമോഡിയലായിട്ട് നമ്മുടെ അകത്ത് ഒരു വാസനയുണ്ട്. ചില ആൾക്കാരുണ്ട് വളരെ ശാന്തരൊക്കെ ആയിരിക്കും പുറത്ത്, പക്ഷെ ഒരു ഉള്ളിൽ ഭയങ്കര ക്രൂവൽറ്റി ഉണ്ടാവും. അത് കൊച്ചു കുട്ടികളിലാണ് കാണുക. ഞാനിപ്പോൾ ഈ അടുത്ത് എവിടെ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും ക്രൂരത കാണിക്കുന്ന കുട്ടികളാണ്. നമ്മൾ കരുതി കുട്ടികൾ പാവമാണ്. വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഒരിക്കലും വ്യക്തിപരമായിട്ട് ഞാൻ കുട്ടികൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്ഷമിക്കാൻ തോന്നാറില്ല. അത് എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ തന്നെ എന്നെ അത്ഭുതത്തോടെ നോക്കിയിട്ടൊരു കാര്യമാണ്. കൂടുതൽ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, മുതിരും തോറും വാസ്തവത്തിൽ നമുക്ക് തിങ്സ് ആർ ബെറ്റർ. നമ്മൾ പറയും കുട്ടി, ചെറിയൊരു കുട്ടി എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ രൂപമാണെന്ന്. അതുപോലെ തന്നെ അസുരന്റെ രൂപം ആവാൻ പറ്റും ഒരു കൊച്ചുകുട്ടി. ഇർവിൻ ഗോൾഡിങ്ങിന്റെ ലോർഡ് ഓഫ് ദ ഫ്ലൈസ് ഒക്കെ വായിച്ചാൽ മനസ്സിലാവും കുട്ടികൾക്ക് എത്രമാത്രം ക്രൂരത കാണിക്കാൻ സാധിക്കുന്നു. അത് വേറൊരു വർക്ക് ഓഫ് ഫിക്ഷൻ ഒന്നുമല്ല, ശരിക്കും ഹ്യൂമൻ സൈക്കോളജിയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലുള്ള, കാരണം അവരിൽ അത്രയും വാസന അത്രയും സട്ടിലുമാണ്, അത്രയും പ്യുവർ ഫോമിലാണ്, വെദർ ഇറ്റ് ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്. സർവൈവൽ ഇൻസ്റ്റിങ്റ്റുകൾ മനുഷ്യനെ ഏറ്റവും കൂടുതൽ, നമ്മുടെ ക്രോക്കഡൈൽ ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ക്രോക്കഡൈൽ ബ്രെയിൻ എന്ന് പറയുന്നത് തന്നെയായിരിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരബോധത്തിന്റെ വാസന ഇരിക്കുന്നത്. കാരണം നമുക്ക് എപ്പോഴും ഒരു പാനിക് സിഗ്നൽ ആദ്യം തരുന്നത്, ഇത് ശരിയാവോ എന്ന് ചോദിപ്പിക്കുന്നത്, അവിടെ പോണോ, അവിടെ കാണണോ, വേണ്ട, എന്തും വേണ്ട എന്ന് പറയുന്നത് ഈ ക്രോക്കഡൈൽ ബ്രെയിൻ ആണ്, നമ്മുടെ പ്രിമിറ്റീവ് ബ്രെയിനാണ്. ആ പ്രിമിറ്റീവ് ബ്രെയിനിലായിരിക്കണം ഈ വാസന എന്ന് പറയുന്ന സാധനം. അപ്പൊ കോർ വാസന ഇതാണ്: ശരീരബോധം, ശരീരത്തിനുള്ള സുഖം തേടൽ, ശരീരത്തിന്റെ നാശമില്ലായ്മയെ ഉറപ്പുവരുത്തുക, ശരീരത്തിൽ നിന്ന് ശരീരത്തെ പ്രജനനം ചെയ്യിപ്പിക്കുക. ഇതൊക്കെ നിൽക്കുന്നത് എൻ്റെ ശരീരം നശിച്ചു പോകുമോ എന്നുള്ള ആ ഒരൊറ്റ കോർ സാധനമാണ്. ഫ്രം ഫിയർ ഓഫ് ഡെത്ത്. ആ സാധനം അതിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പൊ അതിനെ വറക്കാനാണ്, അതിൽ നിന്നാണ് ബാക്കി എല്ലാം ബ്രാഞ്ച് ഔട്ട് ചെയ്യും. ശിവമഹർഷി പരീക്ഷത്തിനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ട് വറുത്ത വിത്ത് പോലെ ആക്കുക എന്നാണ് സിമ്പിളായി പറഞ്ഞു കൊടുക്കുന്നത്. ആ കഥാഭാഗം മാത്രം പറഞ്ഞു പോകേണ്ട ആരും ആ ഭാഗങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. കാരണം പറഞ്ഞു കൊടുക്കുന്ന ആരോടാ? 7 ദിവസം കൊണ്ട് മരിക്കാൻ പോണ ഒരാളോടാ.
7 ദിവസം കൊണ്ട് മരിക്കാൻ പോണ കാണുന്നു. അപ്പൊ വാസന ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് അഭ്യാസം ഉണ്ടോ ആ അഭ്യാസത്തിന്റെ അർത്ഥം എങ്ങനെ മരിക്കാൻ പഠിക്കാന്നാണ്. ഹൗ ടു ഡൈ, ഹൗ ടു ലീവ് ദിസ് ബോഡി എഫേർട്ട്ലെസ്ലി. ആധ്യാത്മികതയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അതിന്റെ നാഷണൽ ഹൈവേക്ക്. അത് ഇത് പഠിച്ചോണ്ടുണ്ട്. അപ്പം കാരണശരീരം, സൂക്ഷ്മശരീരം, പ്രാണശരീരം, ഇങ്ങനത്തെ ഷീത്തുകളെ കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ് വാസന കാരണശരീരത്തിൽ ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു റീസൺ കൊണ്ടാണോ, എന്തൊരു പൂർവകർമ്മത്തിന്റെ റീസൺ കൊണ്ടാണോ നമുക്ക് ഇന്ന് നമ്മുടെ ഈ ശരീരം കിട്ടിയിട്ടുള്ളത്, അതാണ് ശരിക്കും കാരണശരീരത്തിന്റെ ചിപ്പിൽ അടങ്ങിയിട്ടുള്ള ഇൻഫർമേഷൻ. നമ്മുടെ കർമ്മങ്ങൾ ഒടുങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ജനിച്ചത്. ഇല്ലെങ്കിൽ നമ്മളാരും ഇവിടെ ഇരിക്കില്ല. എന്തൊക്കെയോ കർമ്മങ്ങൾ പൂർത്തീകരിക്കാനുള്ളതുകൊണ്ട് നമ്മൾ ജനിച്ചു. ചിലപ്പോൾ ഇതിൽ പൂർത്തിയായി ഇനിയും ജനിക്കും. ആ സൈക്കിൾ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്ന ആ നമ്മുടെ മെമ്മറി കാർഡ് ഉണ്ടല്ലോ, ആ മെമ്മറി കാർഡിന് കാരണം ശരിയാണ്. അപ്പൊ ആ മെമ്മറി കാർഡിൽ നാച്ചുറലി വാസന അല്ലാണ്ട് വേറെ എന്തായിരിക്കുക? തീരാത്ത ഈ അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് കംപ്ലീറ്റ് ആവാണ്ട് കിടക്കണ നാളെ അനുകൂല സാഹചര്യം വന്നാൽ വീണ്ടും മുളയ്ക്കുന്ന വിത്തുകളെ സംഭരിച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻ ഐഡിയൽ കണ്ടീഷൻസ് ഇറ്റ് വിൽ സ്പ്രൗട്ട്.